ഉത്തരേന്ത്യയിൽ നിന്ന് ധാരാളം ആൾക്കാർ കേരളത്തിലേക്ക് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം തന്നെ മുസ്ലിങ്ങളാണ്. അവര് കേരളത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. അറിയാമോ, പാലായിൽ ഒരു മുസ്ലിം കുടുംബം താമസം തുടങ്ങിയിരിക്കുന്നു. അവരവിടെ ഇപ്പൊ 3-4 സ്ഥലങ്ങളിൽ അവർ സ്ഥലം വാങ്ങിക്കുകയാണ്. നമ്മളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നോ, ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്നോ, ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നോ, സവർണ ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നോ, അതോ ഒരു ദലിത് കുടുംബത്തിൽ ജനിക്കുന്നോ എന്നത് നമ്മുടെ ചോയ്സ് അല്ല. ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വളരെ പ്രകടമായ ഒരു സംഭാഷണ ശകലം എൻ്റെ മനസ്സിൽ ഉയർന്നു വരികയുണ്ടായി. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പാല കോട്ടയം പ്രദേശത്തുള്ള എൻ്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിക്കാറുള്ള ഒരു സുഹൃത്ത് സംസാരിക്കുകയുണ്ടായി. അവര് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിവരം, അവരൊരു റാഷണലിസ്റ്റ് ആണ്, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷെ മതം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായിട്ടും റാഷണലിസ്റ്റ് വ്യൂസ് ഉള്ള അല്ലെങ്കിൽ ഏത്തിസ്റ്റിക് വ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ സ്വയം പരിചയപ്പെടുത്തി ആ സംഭാഷണം അല്പം മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ഇസ്ലാമിക് എക്സ്പാൻഷനിസം നടക്കുന്നുണ്ട് കേരളത്തിൽ. എല്ലാ സ്ഥലത്തേക്കും അവർ കടന്നു കയറുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചതിനൊരു ഉദാഹരണം, 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് ധാരാളം ആൾക്കാർ കേരളത്തിലേക്ക് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം തന്നെ മുസ്ലിങ്ങളാണ്. അവര് കേരളത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. അതൊരു ടെറർ ബോംബാണ് ഈ സംഭവം. ഒരു പോയിന്റ് അതാണ്. രണ്ടാമത്തെ സംഗതി, അതൊരു പല ആൾക്കാർക്കുള്ള ഒരു കൺസേൺ ആണ്. നമുക്കത് അഡ്രസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സംഭാഷണത്തിൽ തന്നെ. പെട്ടെന്ന് സംഭാഷണം മുന്നോട്ട് പോയപ്പോൾ വന്ന അടുത്ത ഒരു പോയിന്റാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വല്പം അമ്പരപ്പിച്ചത്. പറഞ്ഞ വിവരം അറിയാമോ, പാലായിൽ ഒരു മുസ്ലിം കുടുംബം താമസം തുടങ്ങിയിരിക്കുന്നു. അവരവിടെ ഇപ്പൊ 3-4 സ്ഥലങ്ങളിൽ അവർ സ്ഥലം വാങ്ങിക്കുകയാണ്. അപ്പൊ അങ്ങനെ പാലായിലെ ഒരു അന്തരീക്ഷമാകെ കലുഷിതമാകാൻ പോവുകയാണ്. അവിടെ മുസ്ലിങ്ങൾ വരുന്നു. പാല പൊതുവെ അറിയപ്പെടുന്നത് കേരളത്തിലെ വത്തിക്കാൻ എന്നാണ്, അല്ലെ? പാല അവിടെ മുഴുവൻ കത്തോലിക്കരാണ്, അല്ലാത്തവരൊന്നും അധികം ഇല്ല. ക്രിസ്ത്യാനികളല്ലാത്ത ആരും തന്നെ പാലായിൽ ഇല്ലെന്നാണ് പൊതുവായ ഒരു സങ്കല്പം. എനിക്ക് അടുത്തറിയാവുന്ന ഒരു സ്ഥലമാണ്. ഞാൻ കോട്ടയത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം. കോട്ടയത്ത് നിന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലമാണ് പാല. എൻ്റെ അമ്മയുടെ വീട് തൊടുപുഴയാണ്. അങ്ങോട്ടേക്ക് പോകുന്നത് പാല വഴിയാണ് പോകുന്നത്. അതുമുതൽ പാല എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള സ്ഥലമാണ്. ഒരുപാട് സുഹൃത്തുക്കളും അവിടെയുണ്ട്. പാലായിൽ ഒരു പൊതുവായ കൾച്ചറിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അവർ റിലീജിയസ്ലി വളരെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അവിടുത്തെ ആൾക്കാർ. അവർ പ്രധാനമായിട്ടും പ്ലാന്റേഷന്റെ ആൾക്കാരും അവർ കൃഷി നടത്തുന്ന ആൾക്കാരും അല്ലെങ്കിൽ കൃഷിയിടങ്ങളുടെ റബ്ബർ തോട്ടങ്ങളുടെ ഉടമകളും ഒക്കെ ആയിട്ടുള്ള ഒരു കുറെ കൂടി എലീറ്റ് ക്രിസ്ത്യൻസ് ആണ് അവിടെ കൂടുതലുള്ളത്. റിലീജിയസ്ലി കൺസേൺഡ് അല്ല അവരുടെ പൊതുരീതി. എന്നാൽ ഒരു കമ്മ്യൂണിറ്റി റിലിജ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ റിലിജ്യൻ എന്ന നിലയിൽ കത്തോലിസിസം അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അവിടെ മുസ്ലിങ്ങൾ അധികം ഇല്ല. എന്നാൽ തൊട്ടടുത്ത ഈരാറ്റുപേട്ടയിൽ മുസ്ലിങ്ങളുടെ ഒരു വലിയ കോൺസെൻട്രേഷൻ ഉണ്ട്. അവിടെ SDPIയുടെ മറ്റും വലിയൊരു കേന്ദ്രമാണ്. നമ്മുടെ ജോസഫ് സാറിനെയൊക്കെ കൈവെട്ടാനൊക്കെ പോയ ആൾക്കാർ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചിട്ടുള്ള SDPIയുടെ ഒരു കോട്ടയിൽ നിന്നാണ് അവർ പോയതെന്ന് ഓർക്കുന്നത്. അത് അധികം ദൂരമല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ പാലായിൽ അത് ക്രിസ്ത്യാനികളുടെ ഒരു കോട്ടയും ഈരാറ്റുപേട്ട മുസ്ലിങ്ങളുടെ ഒരു കോട്ടയുമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ നാസ്തികയായി തീർന്ന ഈ സുഹൃത്തിന് തോന്നിയ കൺസേൺ എന്താണ്? പാലായിൽ മുസ്ലിങ്ങൾ വന്ന് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു, വീട് വാങ്ങിച്ചിരിക്കുന്നു, അപകടം മണക്കുന്നു എന്നാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ ഉണ്ടായ ഒരു ചോദ്യം ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു. നിങ്ങൾക്കറിയാമോ, മുസ്ലിങ്ങൾ വളരെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഈ വയനാട്ടിലും അതല്ലെങ്കിൽ മലപ്പുറത്തും കണ്ണൂരും ഒക്കെയുള്ള പല കേന്ദ്രങ്ങളിലും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഈ പാലായിലും തൊടുപുഴയിലും ഒക്കെയുള്ള ക്രിസ്ത്യാനികളിൽ ഒരു വലിയ പങ്ക് അങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം, എൻ്റെ അച്ഛൻ്റെ തന്നെ ചേട്ടൻ തുടങ്ങിയ പല ആൾക്കാരും ഇവിടെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റിട്ട് അവിടെ പോയി പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ 10 ഏക്കർ വിറ്റ് കഴിഞ്ഞാൽ അവിടെ 100 ഏക്കർ സ്വന്തമാക്കാൻ പറ്റും. കാരണം ഭൂമിക്ക് തീരെ വിലയില്ല. ഇനി ഔദ്യോഗികമായി വാങ്ങിക്കുന്ന ഭൂമി കൂടാതെ തന്നെ കുറേയേറെ ഭൂമി വെട്ടിപ്പിടിക്കാൻ പറ്റും. പക്ഷെ ഇറ്റ്സ് എ ഹാർഡ് ലൈഫ്. മൃഗങ്ങളോടും അവിടെയുള്ള ഈ പ്രതികൂല സാഹചര്യങ്ങളോടും ഒക്കെ പടപൊരുതി അവരവിടെ ഭൂമിയിൽ സ്വർണം വിളയിച്ചു എന്ന് പറയുന്ന തരം ആൾക്കാരാണ്. അപ്പൊ അവിടെ അവർ ചെന്നപ്പോൾ ഇതുപോലൊരു റെസിസ്റ്റൻസ് അവിടെ നിന്നുണ്ടായിരുന്നോ? ആരെങ്കിലും അമ്മാവന്മാരോടോ അമ്മായിമാരോടോ അപ്പൂപ്പന്മാരോടോ അമ്മൂമ്മമാരോടോ ഒന്ന് ചോദിച്ചു നോക്കൂ. ഇതുപോലൊരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് കുടിയേറാൻ പറ്റുമായിരുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറുമ്പോൾ
അവരുടെ മതം നോക്കി നമ്മൾ ആലോചിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ നിശബ്ദയായി. അവർക്കതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇത് വളരെ ഗൗരവമായ ഒരു തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ സൂചകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലായിൽ ഒരു ക്രിസ്ത്യാനിയുടെ കോട്ടയായ പാലയിൽ ഒരു മുസ്ലിം വീട് വാങ്ങിച്ചാൽ എന്താണ് കുഴപ്പം? അതെന്തുകൊണ്ട് വളരെ നോർമലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല? എവിടെയാണ് മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരാൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭീകരവാദം വരാൻ പോകുന്നു എന്ന് പറയുന്ന ഭയം നമുക്കുണ്ടാകുന്നത്? അത്രമാത്രം അന്യവൽക്കരിക്കപ്പെടേണ്ട ആൾക്കാരാണോ? ഒരു ബയോളജിക്കൽ കോയിൻസിഡൻസ് കൊണ്ട് ഇസ്ലാമിക കുടുംബങ്ങളിൽ ജനിച്ചുപോയ ആൾക്കാരെല്ലാം തന്നെ. നമ്മൾ ഏത് മതത്തിലാണ് നമ്മുടെ ജനനം എന്ന് നമ്മൾ ആരും സ്വയം നിശ്ചയിച്ചതല്ല. നമ്മുടെ അച്ഛനമ്മമാർ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ കുട്ടിക്ക് അതിനകത്ത് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. നമ്മളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു, ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്നു, ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നു, സവർണ ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നു, അതോ ഒരു ദലിത് കുടുംബത്തിൽ ജനിക്കുന്നു എന്നത് നമ്മുടെ ചോയ്സ് അല്ല. അതൊരു കോയിൻസിഡൻസ് മാത്രമാണ്. ഏതോ ഒരു മുഹൂർത്തത്തിലുണ്ടായ അണ്ഡബീജ സംയോഗത്തിൽ ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഏതോ ഒരു ബീജം ഒരു അണ്ഡവുമായി സംയോജിക്കപ്പെട്ടപ്പോൾ അതിലൊന്ന് നമ്മളായി തീർന്നതാണ്. ഒരു ബീജം മാറിപ്പോയെങ്കിൽ നമ്മൾ ജനിക്കുകയുണ്ടായിരുന്നില്ല, നമ്മളുടെ അസ്തിത്വമേ ഉണ്ടാകുമായിരുന്നില്ല. ഒരു പ്യുവർലി ബയോളജിക്കൽ കോയിൻസിഡൻസ് ആണ് നമ്മുടെയൊക്കെ ജനനം. അത് ഏത് കുടുംബത്തിൽ ജനിച്ചു, ഏത് മത പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിൽ നമ്മൾ ജനിച്ചു എന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. അതിന്റെ ബാധ്യത പേറാൻ നമ്മൾ ആരും മെനക്കെടേണ്ടതില്ല. മറ്റുള്ളവരും അതിന്റെ പേരിൽ ആരെയും അന്യവൽക്കരിക്കാൻ പാടില്ല. ഒരു ആധുനിക സമൂഹത്തിൽ അത് സാധ്യമല്ല. അത് ഇമ്മോറലാണ്, തെറ്റാണ്. ഇതിവിടെ മാത്രമുള്ള പ്രശ്നമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ഓരോ ഭരണ സംവിധാനവും നമുക്ക് അറിയാവുന്ന കാലത്തുള്ള ചരിത്രത്തിന്റെ ഏത് കാലഘട്ടം മുതലെടുത്താലും, ഈജിപ്ഷ്യൻ കാലം മുതലെടുത്താൽ പോലും എല്ലാ ഭരണ സംവിധാനവും ഏതെങ്കിലും ഒരു വിശ്വാസ സംഹിതയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഫറവോമാരുടെ ഈജിപ്ഷ്യൻ സാമ്രാജ്യം എടുത്തു നോക്കൂ. അതാണല്ലോ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും ക്ലിയർ എവിഡൻസസ് ഉള്ള ഭൂതകാലം എന്ന് പറയുന്നത്. അവർക്ക് ഈജിപ്ഷ്യൻ മതമുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ദേവിമാരും ദേവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ചക്രവർത്തിമാരും ഒക്കെ ആ ദേവതമാരുടെ അവതാരങ്ങളാണ് എന്ന് വിശ്വസിച്ചിരുന്ന തലത്തിൽ അവരുടെ വിശ്വാസം ജനമധ്യത്തിൽ വളരെ കൃത്യമായി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. ക്ലിയോപാട്ര ഒരു ദേവതയായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ സ്വയം അവതരിപ്പിച്ചത്, അവസാനത്തെ ഈജിപ്തിന്റെ ചക്രവർത്തിനി. റോമൻ സാമ്രാജ്യത്തിലാകട്ടെ, ക്രിസ്തുമതത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചക്രവർത്തിമാരും ദേവന്മാർ തന്നെയായിരുന്നു, ദൈവങ്ങൾ തന്നെയായിരുന്നു, അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഭരണാധികാരവും എസ്റ്റാബ്ലിഷ് റിലിജനും തമ്മിലുള്ള ഈ ബന്ധം എന്ന് പറയുന്നത് എക്കാലത്തും ഉണ്ടായിരുന്നു. അവിടെ അന്യനായി വരുന്ന ഒരാള്, ഈ മതവിശ്വാസം സ്വീകരിക്കാത്ത ഒരു വിശ്വാസം പുലർത്തുന്ന ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവർ അന്യരായിരുന്നു. നോക്കൂ, മറ്റൊരു പ്രധാന ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു. അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ ലോക സാമ്രാജ്യം എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യമാണ്, മാസിഡോണിയ. അവിടെ കേന്ദ്രമാക്കിയിട്ട് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് നമ്മൾ പറയുന്ന അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തി വരുമ്പോൾ സ്വർണം കൊള്ളയടിക്കാനോ സ്വത്ത് കൊള്ളയടിക്കാനോ ഒന്നുമല്ല അലക്സാണ്ടർ വന്നത്. അന്ന് അവർ കരുതിയിരുന്ന യവന സംസ്കാരം ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ സംസ്കാരമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലത്ത്, സോക്രട്ടീസ് കഴിഞ്ഞ് പ്ലേറ്റോ കഴിഞ്ഞ് അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിട്ടാണ് അലക്സാണ്ടർ വളർന്നു വരുന്നത്. സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ ഉയർത്തിപ്പിടിച്ച യവന സംസ്കാരമാണ് ലോകത്തിൽ ഏറ്റവും ഉദാത്തമായ ഒരു സംസ്കാരം, യവന മതമാണ് ഏറ്റവും വലിയ മതം എന്ന് കരുതിയവര് അതിന്റെ പ്രചാരം മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് ലോകം കീഴ്പ്പെടുത്തി വന്നത്. പേർഷ്യ കീഴ്പ്പെടുത്തി, ഇന്ത്യയുടെ അതിർത്തി വരെ എത്തി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് അലക്സാണ്ടർ കരുതിയത്. അന്ന് ഈ മതവിശ്വാസത്തിന്റെ ഭാഗമല്ലാതിരുന്ന വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പേർഷ്യയിലെ ജനങ്ങളെ മുഴുവനും അലക്സാണ്ടറാണ് ദൈവം തന്നെ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് എതിർത്ത് നിന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാതിരുന്ന ആൾക്കാര്, അവര് അന്യവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. അപ്പൊ ഈ മതവും രാഷ്ട്രവും തമ്മിലുള്ള ഈ ബന്ധം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പ്രിഡോമിനന്റ് ആയിട്ടുള്ള രണ്ട് റിലിജിയൻസ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മതങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുമതവും ഇസ്ലാം മതവുമാണ്. ഈ രണ്ട് മതങ്ങളുടെയും ആവിർഭാവത്തിന് മുമ്പ് തന്നെ ഈ പ്രശ്നം ലോകത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ പേരിലുള്ള കൊലകളും, അതിൻ്റെ പേരിലുള്ള ഒറ്റപ്പെടുത്തലുകളും, അതിൻ്റെ പേരിലുള്ള എലിനേഷനും, അതിൻ്റെ പേരിലുള്ള ഐസൊലേഷനും ഒക്കെ അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇത് ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും പ്രശ്നമല്ല, ഇത് മനുഷ്യന്റെ ഒരു പ്രശ്നമാണ്. നമ്മളൊരു സമൂഹമായി രൂപപ്പെട്ടു വരുമ്പോൾ നമ്മളൊരു ഹെർഡാണ്, ഒരു കളക്റ്റീവ് ഐഡന്റിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഈ കളക്റ്റീവ് ഐഡന്റിറ്റിക്ക് വെളിയിലുള്ള മറ്റൊരു ഐഡന്റിറ്റിയെ നിരാകരിക്കുക, അതിനെ തിരസ്കരിക്കുക, അതിനെ അന്യവൽക്കരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ അസ്തിത്വത്തിന്റെ ഭാഗമായി കരുതുന്ന ഒരു മനോവൃത്തിയുടെ എക്സ്റ്റൻഷനാണ് എംപയേഴ്സും അതിൻ്റെ
എതിരായിട്ടുള്ളവർക്കെതിരായ റിജക്ഷനും. ചരിത്രത്തിൽ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സ്ഥിതിയിലേക്ക് വരാം. റോമും കാർത്തേജും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളായി അന്ന് അറിയപ്പെട്ടിരുന്നത് ഒന്ന് റോമും ഒന്ന് കാർത്തേജുമായിരുന്നു. ഈ രണ്ടും 2 വിശ്വാസ സംഹിതകളെ പ്രതിനിധീകരിച്ചിരുന്ന 2 നഗര കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയാം. സംസ്കൃതിയുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങൾ എന്ന് റോം സ്വയം കരുതി, കാർത്തേജ് കരുതി അവരാണ് സംസ്കൃതിയുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങൾ എന്ന്. അവരുടെ ദൈവങ്ങളും റോമൻ ദൈവങ്ങളും പരസ്പരം ആരാണ് കേമന്മാർ എന്ന് മത്സരിക്കുകയാണ് എന്ന് കരുതിയ കുറെ ആൾക്കാർ ഒടുവിൽ റോം ഔദ്യോഗികമായ ഒരു തീരുമാനം എടുക്കുകയാണ്, കാർത്തേജിനെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. അനിഹിലേഷൻ, അബ്സല്യൂട്ട് ഡിസോൾവിങ്. ഇന്ന് കാർത്തേജ് എവിടെയാണെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ അറിയാം, എവിടെയാണെന്നറിയാം. അവിടെ നടന്ന വലിയൊരു കൂട്ടക്കൊല ഒരൊറ്റ രാത്രി കൊണ്ട് കാർത്തേജിലെ മുഴുവൻ ജനങ്ങളെയും റോമിലെ പടയാളികൾ കടന്നു ചെന്ന് വെട്ടിയും കുത്തിയും ഒക്കെ കൊന്നു തീർത്തു. അത് ഒരു ദിവസമാണോ 4 ദിവസമാണോ എന്ന കാര്യത്തിൽ ഇന്ന് ചരിത്രകാരന്മാർക്ക് തർക്കമുള്ളൂ. കാർത്തേജിലെ യാതൊന്നും അവശേഷിച്ചില്ല, ഒരു വ്യക്തി പോലും അവശേഷിച്ചില്ല, മുഴുവൻ ആൾക്കാരെയും കൊന്നു തീർത്തു. കാർത്തേജിന്റെ സംസ്കൃതി ചരിത്രത്തിലെ ഒരു സ്മരണിക മാത്രമായി ചുരുങ്ങിപ്പോയി. എന്തായിരുന്നു അവർ ചെയ്ത കുറ്റം? കാർത്തേജിലെ ആൾക്കാർ റോമിന്റെ സംസ്കൃതിയുടെ ഭാഗമായിരുന്നില്ല, അവർ അന്യരായിരുന്നു. കാർത്തേജുകാർക്ക് റോമാക്കാർ അന്യരായിരുന്നു. റോമൻ ദൈവങ്ങളുടെ വിജയമായിരുന്നു ഇവർക്ക് പ്രധാനം. ഇത് അങ്ങനെ ഈ പറയുന്ന വൈരാഗ്യം, ഈ പറയുന്ന ദേശീയ ബോധത്തിന്റെ ഭാഗമായിട്ട് വളർത്തിയെടുക്കണം എന്ന് അന്നത്തെ ചക്രവർത്തിമാര് കരുതിയ ഈ ഐഡന്റിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് എതിർപക്ഷത്തിന് എതിരായിട്ടുള്ള ഒരു വലിയ അന്യവൽക്കരണമായി മാറുകയും അത് അതിൻ്റെ ഉദ്ദേശിച്ച പരിധികൾക്കപ്പുറത്തേക്ക് കടന്ന് അത് എതിർപക്ഷത്തുള്ളവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് വഴി മാത്രമേ അതിൻ്റെ സാക്ഷാത്കാരം സാധ്യമാകൂ എന്ന് കരുതിയ ഒരു ജനക്കൂട്ടം പട്ടാളത്തിന്റെ സഹായത്തോടെ, പട്ടാളം തന്നെ പൂർണ്ണമായിട്ടും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നില്ല, ജനങ്ങൾ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ പട്ടാളത്തിന്റെ സഹകരണം ആവശ്യമായതുകൊണ്ട് ദാറ്റ് വാസ് ലിബറലി അലൗഡ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. ഏതായാലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് കാർത്തേജ് ചരിത്രത്തിന്റെ അവശിഷ്ടമായി മാറി. കാർത്തേജിലെ എല്ലാ ഭവനങ്ങളിലെയും എല്ലാ വീടുകളിലെയും എല്ലാ മനുഷ്യരെയും കൊന്നൊടുക്കിക്കൊണ്ടാണ് റോമൻ ആധിപത്യം സ്ഥാപിക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റോമൻ മതവും കാർത്തേജിന്റെ മതവും തമ്മിലുണ്ടായ പരസ്പര സ്പർദ്ധയുടെ ഫലമായിട്ടാണ് അതുണ്ടാകുന്നത്. ഇനി നമുക്ക് നമ്മുടെ കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കാർത്തേജും റോമും അവിടെ നിൽക്കട്ടെ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപിരിയുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം നിങ്ങളൊക്കെ പാഠപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ പല ആൾക്കാരും ആ കാലഘട്ടത്തിൽ വന്ന ആൾക്കാരല്ല, ഞാൻ പോലും ആ കാലഘട്ടത്തിന് ശേഷം ജനിച്ച ഒരാളാണ്. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയുണ്ട്, 10 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള ആൾക്കാർ, അതെത്രയാണ് സംഖ്യ എന്ന് പോലും ഇന്നും വ്യക്തമല്ല, ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത ഒരു വലിയ വംശീയ കലാപം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് റിലിജ്യൻ ആയിരുന്നു അതിൻ്റെ ബേസിസ്, അതോ ഒരു വംശീയമായ വിദ്വേഷമായിരുന്നു എന്നതിൻ്റെ അതിർവരമ്പുകൾ ഇപ്പോഴും നമുക്ക് വേർതിരിക്കാൻ പാടാണ്. ഒരു കൂട്ടക്കൊല നടക്കുകയാണ്. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊന്നു, മുസ്ലിങ്ങൾ സിഖുകാരെ കൊന്നു, സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളെ കൊന്നു, പഞ്ചാബുകാർ പത്താന്മാരെ കൊന്നു, ബലൂജികൾ ലഹോറികളെ കൊന്നു, കാശ്മീരികളെ മറ്റുള്ളവർ കൊന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. മതം ആ എക്സ്പ്രഷന്റെ, ആ വൈരങ്ങളുടെ മുഴുവനും വിസ്ഫോടനത്തിനുള്ള ഒരു വഴിമരുന്നിട്ട് തുറന്നു കൊടുത്തു. ഈ പരസ്പര വിദ്വേഷവും ശത്രുതയും അന്യമത സ്പർദ്ധയും വളർത്തിയെടുത്തത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ്. ബാക്ക് ടു 1857 അന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ, അതായത് നമ്മൾ സിപ്പോയി ലഹള എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്നാണ് ആ സമരം നയിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് സൈന്യത്തിലെ ഒരു വിഭാഗം കലാപം നടത്തിയപ്പോൾ അവിടെ മുസ്ലിമെന്നും ഹിന്ദുവെന്നും ഒന്നും വ്യത്യാസമുണ്ടായിരുന്നില്ല. 1857 19-ാം നൂറ്റാണ്ടിന്റെ പകുതി കഴിഞ്ഞിട്ട് അന്ന് കളക്റ്റീവായിട്ട് ഒരു തീരുമാനമെടുത്തു, ആരായിരിക്കണം ചക്രവർത്തി. അന്ന് ഇന്ത്യയിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യമാണ്. അത് തകർന്നുപോയി കഴിഞ്ഞിരുന്നു. 24 ചതുരശ്ര കിലോമീറ്റർ അതിന് വിസ്താരമുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതിൻ്റെ തലവനായിരുന്ന ബഹദൂർ ഷാ സഫറിനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിന്ദു രാജ്യമായിരുന്ന ഝാൻസി റാണിയുടെ രാജ്യവും അതുപോലെ തന്നെ താന്തിയ തോപ്പി തുടങ്ങിയ മുഴുവൻ ആൾക്കാരും അതിനെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഒരു സിംബോളിക് ലീഡറായിട്ട് ബഹദൂർ ഷാ സഫറിനെയാണ് സ്വീകരിച്ചത്. അവിടെ ആരാണ് ഹിന്ദു ആരാണ് മുസ്ലിം എന്ന പ്രശ്നമുണ്ടായിരുന്നില്ല. ആരാണ് വിദേശത്ത് നിന്ന് വന്നു നമ്മളെ കീഴ്പ്പെടുത്തിയത് എന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമരത്തെ അടിച്ചമർത്തി, നിഷ്ഠൂരമായി അതിനെ ബ്രൂട്ടലായി സപ്രസ് ചെയ്തു. പക്ഷെ അന്ന് മുതൽ തുടങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. അത് എല്ലാ കാലഘട്ടത്തിലും
കോളനിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, പ്രത്യേകിച്ച് പുതിയ വിവരമൊന്നുമല്ല. വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലം മുതലെയുള്ള ഒരു യുദ്ധതന്ത്രത്തിന്റെ, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ഷന്റെ ഒന്നാമത്തെ തന്ത്രമാണ് നമ്മുടെ എതിർപക്ഷത്തുള്ള ആൾക്കാരെ രണ്ടു ചേരികളാക്കി പരസ്പരം യുദ്ധം ചെയ്യിപ്പിക്കുക എന്നത്. നോക്കൂ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ഒരു യുദ്ധതന്ത്രത്തിന്റെ വഴികൾ തുറന്നു കൊടുത്ത പുസ്തകമായ പഞ്ചതന്ത്രത്തിലെ 5 തന്ത്രങ്ങളിൽ ഒന്നാമത്തെ തന്ത്രം എന്താന്ന് ഓർക്കുന്നുണ്ടോ? മിത്രഭേദം. ഒന്നാമത്തെ തന്ത്രമാണത്. 2 മിത്രങ്ങളെ എങ്ങനെയാണ് വേർതിരിക്കാൻ കഴിയുക, അവരെ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റിലാക്കാൻ പറ്റുക, അങ്ങനെ അവരെ കോൺഫ്ലിക്റ്റിലാക്കിയാൽ അവരെ രണ്ടുപേരെയും എങ്ങനെയാണ് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുക. ഇതാണ് ഒന്നാമത്തെ യുദ്ധതന്ത്രമായിട്ട് പഞ്ചതന്ത്രത്തിൽ പോലും പറയുന്നത്. അത് ചാണക്യനിലേക്ക് വരുമ്പോൾ അർത്ഥശാസ്ത്രത്തിൽ ഇതിന്റെ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്തു എന്ന് കാണാം. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും വളരെ പണ്ട് മുതലേ, യുദ്ധങ്ങൾ തുടങ്ങിയ കാലം മുതലേ, കോൺഫ്ലിക്റ്റുകൾ തുടങ്ങിയ കാലം മുതൽ തന്നെ മനുഷ്യർ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് എതിരാളികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക, പരസ്പര ഭിന്നതയുണ്ടാക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് ഏറ്റവും മികച്ച യുദ്ധതന്ത്രം എന്നത്. 1857 മുതൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളർന്നു വരികയാണ്. ആ വളർന്നു വരുന്ന പ്രക്രിയ കൃത്യമായ ഒരു ബ്രിട്ടീഷ് ഡിസിഷൻ ആയിരുന്നു എന്ന് പിൽക്കാലത്തെ ഡോക്യുമെന്റ്സ് പ്രൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ ഇന്ത്യൻ ദേശീയതയെ 2 ചാലുകളിലേക്ക് തിരിച്ചുവിടാൻ പറ്റും എന്നവർ ആലോചിക്കാൻ തുടങ്ങി. അതിന് എങ്ങനെയാണ് ഒരു ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരായിട്ടുള്ള ഒരു ചലഞ്ചായിട്ട് വളരാൻ പാടില്ല എന്നതിനുള്ള മാർഗങ്ങൾ അവർ ആലോചിച്ചു. ഒരു വശത്ത് അവര് ഇസ്ലാമിക് ദേശീയതയെ അവർ വളരെ ഗൗരവമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. മറുവശത്ത് ഹിന്ദു ദേശീയതയും അവർ പ്രോത്സാഹിപ്പിക്കുന്നു. പല ആൾക്കാർക്കും അറിയില്ല, വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഭഗവത്ഗീതയുടെ ആദ്യത്തെ പരിഭാഷ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻകൈയെടുത്തത്. അന്ന് ഹിന്ദുക്കൾക്ക് അവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു മതഗ്രന്ഥം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മതഗ്രന്ഥം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിലേ ഒരു ഹിന്ദു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ എന്ന ധാരണ ഉണ്ടായതും അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും അതിനുവേണ്ടി ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കിയതും ബ്രിട്ടീഷുകാരാണ്. അവരാണ് ആദ്യമായിട്ട് ഭഗവത്ഗീത പരിഭാഷപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ഉത്സവങ്ങളും ഈ ദേശീയത വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ആരംഭിച്ചതാണ് എന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ അറിയുന്ന ദുർഗാ പൂജ മുമ്പോടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇത്ര വലിയ നവരാത്രി ഫെസ്റ്റിവലായിട്ട് വളർത്തിയെടുത്തത് ആരാണ് എന്ന് ഒന്ന് ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ നവരാത്രി ഉത്സവം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. അവിടെ ഒരു ഹിന്ദു കൾച്ചറൽ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നവരാത്രി ഉത്സവത്തിന് ഫണ്ട് ചെയ്ത്, ഫിനാൻസ് ചെയ്ത് അവർ വളർത്തിയെടുത്തൊരു സംഗതിയാണത്. അന്നത്തെ വളർന്നു വരുന്ന ഹിന്ദു ദേശീയത അത് സ്വാംശീകരിച്ചു. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? അന്ന് ഫ്രഞ്ച് വിപ്ലവം നടന്നതിന്റെ പശ്ചാത്തലമായി മതനിഷേധ പ്രസ്ഥാനമാണ് ഈ പറയുന്ന ഭരണാധികാരികളെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു നവലോകത്തിനു വേണ്ടിയുള്ള ശ്രമത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ ഒരു മാതൃക. ബ്രിട്ടീഷ് കോളനികളിൽ ഫ്രഞ്ച് മാതൃകയിൽ ഒരു അട്ടിമറി ശ്രമമോ എതിർപ്പോ ഉണ്ടായരുത്, വളർന്നു വരരുത് എന്ന് കരുതി അങ്ങനെ കൃത്യമായി ഡോക്യുമെന്റഡ് റെക്കോർഡിൽ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാകുന്നതും നവരാത്രി ഉത്സവം ഉണ്ടാകുന്നതൊക്കെ ദേശീയതയുടെ ഭാഗമായിട്ടാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പിൽക്കാലത്ത് ഇന്ത്യൻ ദേശീയതയുടെ മറ്റൊരു മുഖമായ, ഇപ്പോൾ ഉദാഹരണത്തിന് ബാലഗംഗാധര തിലകിന്റെയും മറ്റും നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ആദ്യം തന്നെ വളർന്നു വരുന്നത് ഹിന്ദു ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ടാണ്. അപ്പോൾ ബാലഗംഗാധര തിലക് അവിടെ കൃത്യമായും തന്നെ ബ്രാഹ്മണ ആധിപത്യമുള്ള ഒരു സമൂഹത്തിന് അപ്പുറത്തേക്ക് പോവുകയില്ല എന്ന് പറയുന്ന സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഈ പറയുന്ന ബംഗാളിൽ നടന്ന ബ്രിട്ടീഷ് എഫേർട്ടിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം ബാലഗംഗാധര തിലക് കൊണ്ടുവരികയും അവിടെ ഉണ്ടായിരുന്ന ഗണേശോത്സവത്തെ അദ്ദേഹം ഒരു 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 വലിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ വളർത്തിയെടുക്കുകയും ചെയ്തു. ഇന്നറിയപ്പെടുന്ന ഗണേശോത്സവം, മുംബൈയിലും മഹാരാഷ്ട്രയിലും വളരെ സജീവമായി നടക്കുന്ന ഗണേശോത്സവത്തിന് ഇത്ര വലിയ പ്രചാരം കൊടുത്തതും ഇത്ര വലിയ അംഗീകാരം ഉണ്ടാക്കിയെടുത്തതും ബാലഗംഗാധര തിലകാണ്. പിന്നീട് ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖരായ പല നേതാക്കന്മാരും ഒരേ സമയം അവര് ഹിന്ദു ദേശീയതയുടെയും അതേസമയം ഇന്ത്യൻ ദേശീയതയുടെയും പൊതുവായ ഇന്ത്യൻ ദേശീയതയുടെയും ഭാഗമായി തന്നെയാണ് പോകുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് മദൻ മോഹൻ മാളവ്യ. അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു. ഞാൻ അതേക്കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ വരുന്നുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ഒരു സ്വീകരണ സമ്മേളനം നടക്കുമ്പോൾ, കോട്ടയത്ത് വെച്ചാണ് നടക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ച്
അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ ജയ് ശ്രീറാം ഉയർത്തിയത്. എല്ലായിടത്തും തുടങ്ങുന്നതിന് മുമ്പും പ്രസംഗത്തിന് ശേഷവും അദ്ദേഹം ജയ് ശ്രീറാം എന്ന് പറയും. ശ്രീരാമനെ ഒരു ദേശീയ ഒരു സങ്കല്പമായി ഉയർത്തി കാണിക്കുന്ന ഒരു ദേശീയ സങ്കല്പം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെയും കൂടി അധ്യക്ഷനായിരുന്ന മദൻ മോഹൻ മാളവിയാണ്. അദ്ദേഹം കോട്ടയത്ത് നടത്തിയ തിരുനക്കര മൈതാനത്ത് വെച്ച് നടത്തിയ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ശേഷം സംസാരിക്കാനുണ്ടായിരുന്ന ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. അതേക്കുറിച്ച് അയ്യപ്പന്റെ ജീവചരിത്രത്തൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ തുടർന്ന് സംസാരിച്ച അയ്യപ്പൻ അതിനോട് കൗണ്ടർ ചെയ്തത്, അന്ന് കേരളത്തിൽ ഇതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം വളർന്നു വരാൻ തുടങ്ങിയിരുന്നു. അയ്യപ്പൻ അന്ന് സംസാരിച്ചത്, സംഭാഷണം അവസാനിച്ചപ്പോൾ രാമായണത്തിലെ തന്നെ ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ എങ്ങനെയാണ് അധസ്ഥിതരായ ആൾക്കാർ നിരാകരിക്കപ്പെടുന്നത്, ഒരു ശംഭൂകൻ അവിടെ അക്ഷരം പഠിച്ചതിന് ആ ശംഭൂകനെ കൊന്ന ശ്രീരാമന്റെ ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആ ശംഭൂകന്റെ പക്ഷത്താണ്, രാമന്റെ പക്ഷത്തല്ല എന്ന് പറഞ്ഞ് ജയ് ശംഭൂകൻ എന്ന് പറഞ്ഞ് ആ പൊതുവേദിയിൽ തന്നെ ജനങ്ങളെ കൊണ്ട് മുഴുവൻ അത് ഏറ്റുപറയിപ്പിച്ച ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ. ഞാനിത് പറയുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ ഈ പറയുന്ന എലിനേറ്റിംഗ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോസസ് നടക്കുകയാണ്. മറുവശത്ത് ബ്രിട്ടീഷുകാർ തന്നെ അലിഗർ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അലിഗർ കോളേജ് ഉണ്ടാകുന്നു, അലിഗർ യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നു, സർ സയ്യദ് അഹമ്മദ് ഖാനെ പോലത്തെ ഒരാളെ അവർ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടു വശത്തും ഈ പറയുന്ന മതദേശീയതയെ അവർ വളർത്തിയെടുക്കുകയാണ്. ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടുപോകേണ്ടി വരുമ്പോൾ ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കി നിരവധി രാജ്യങ്ങളാക്കി നിരവധി കഷണങ്ങളാക്കി ഉപേക്ഷിച്ചു പോകാനാണ് അവർ പദ്ധതിയിട്ടത്. നാട്ടുരാജ്യങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ അത് സാധ്യമാകും എന്ന നിലയിൽ ഒരു മുസ്ലിം ഹോംലാൻഡിന് വേണ്ടി ജിന്നയെ കൊണ്ട് അവര് ആർട്ടിക്കുലേറ്റ് ചെയ്യിക്കുന്നു. ജിന്ന അത് പറയുന്നു. 40-ൽ അവര് ലാഹോർ റെസൊല്യൂഷനകത്ത് അവർ മുസ്ലിം ഹോംലാൻഡ് പറയുന്നു. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി വരുന്നു. ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങുകയാണ്. 1940 വരുമ്പോഴേക്കും കൃത്യമായ ഒരു കോൺഫ്ലിക്റ്റ്. ആരാണ് ജിന്നയെ വളർത്തിയെടുത്തത്? ആരാണ് മറുവശത്ത് ഹിന്ദു ദേശീയതയെ വളർത്തിയെടുത്തത്? രണ്ടും ബ്രിട്ടീഷുകാരാണ് ചെയ്തത്. നോക്കൂ, ഇവിടെ ഞാൻ പലപ്പോഴും വളരെ സ്വയം വിമർശനപരമായി ചരിത്രത്തിലെ പല ഘട്ടങ്ങളെ നമ്മൾ സ്വയം വിമർശനപരമായി തന്നെ കാണേണ്ടത്. രണ്ട് പ്രധാനപ്പെട്ട നേതൃപടലങ്ങൾ ഇന്ത്യൻ സെക്കുലർ ദേശീയതയ്ക്ക് പാരലായിട്ടുണ്ടായിരുന്നു. ഇത് ഡോക്ടർ ബിമൽ പ്രസാദിനെ പോലെ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഏറ്റവും വിശദമായി പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നത് 3 ദേശീയ ധാരകളാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുണ്ടായത്. പ്രധാനമായിട്ട് വന്ന ബ്രിട്ടീഷ് ലിബറൽ മൂവ്മെന്റിന്റെ സ്വാധീനത്തിൽ വന്ന ഒരു സെക്കുലർ നാഷണലിസം, അതാണ് ആദ്യം മുതലേ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. അതിന് ബദലായി വന്ന ഒരു ഹിന്ദു ദേശീയത, അതിന് ബദലായി വന്ന ഒരു മുസ്ലിം ദേശീയത. ഈ 3 ദേശീയതകളും പരസ്പരം മത്സരിച്ചുകൊണ്ടാണ്. എന്താണ് 47-ലെ കോൺഫ്ലിക്റ്റിന് പശ്ചാത്തലമായതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് മറ്റൊരു ചെറിയ കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതായത് 1914 ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം 2 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. ലോക രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ മാറ്റിമറിച്ച 2 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. 2 അല്ല 3 എന്ന് വേണേൽ പറയാം. മൂന്നാമത്തേത് നമുക്ക് ഇന്ത്യ ചരിത്രവുമായി അത്ര നേരിട്ട് ബന്ധമുള്ളതല്ല, അത് ആദ്യം പറയാം. ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന മഹാസാമ്രാജ്യം തകർന്ന് ഛിന്ന ഭിന്നമായി പോയി. നമ്മൾ ഒരു കാലത്ത് ഈ പറയുന്ന കോൾഡ് വാർ നടക്കുന്ന സമയത്ത് ലോകത്തിലെ 2 പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായിരുന്നു പറയുന്നത് പോലെ, ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന ഒരു വലിയ മഹാസാമ്രാജ്യമായിരുന്നു. ഈ ഓസ്ട്രിയ ഹംഗറി അവിടെ ഉണ്ടായിരുന്നവരിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായിരുന്നു. യൂറോപ്പിലാണ്. ഇന്നത്തെ ഓസ്ട്രിയ, വിയന്ന ഒക്കെ കേന്ദ്രമാക്കി വരുന്ന ഭാഗമാണ്. അതിന്റെ ഭരണാധികാരികൾ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു ലോക തലസ്ഥാനം പോലെയാണ് ഓസ്ട്രിയ ഹംഗറി പോകുന്നത്. ഈ മഹായുദ്ധത്തിൽ ഓസ്ട്രിയ ഹംഗറി പൂർണ്ണമായും ഛിന്ന ഭിന്നമായി, അതില്ലാണ്ടായിപ്പോയി. ഇന്നത്തെ ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമാണ്. ഹംഗറി വേറൊരു രാജ്യമായി, അത് പല രാജ്യങ്ങളായി ഛിന്ന ഭിന്നമായി ചിതറിപ്പോയി, തകർത്ത് കളഞ്ഞത്. ആ തകർക്കുന്നതിന് പ്രധാനമായ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ആയിരുന്നത് കാത്തലിക് ചർച്ച് ആയിരുന്നു. കാരണം അവരൊരു വലിയ ഒരേ വിശ്വാസധാരയിൽ തന്നെ പെട്ട മറ്റൊരു ഒപ്പോണന്റിനെ, ഓർത്തഡോക്സ് സെന്ററിനെ ഡിസ്ട്രോയ് ചെയ്തു. അത് വേറൊരു കഥയാണ്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഓസ്ട്രിയ ഹംഗറിയുടെ തകർച്ച എന്ന് പറയുന്നത്. അവിടെ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിനെ കൊല്ലുന്നത് മുതലാണ് അതും ഒരു മതഭീകരതയുമായി ബന്ധപ്പെട്ട ഒരു ടെററിസ്റ്റ് ആക്ട് തന്നെയായിരുന്നു. നമ്മൾ അറിയപ്പെടുന്ന ലോകത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ അറിയപ്പെടുന്ന റിലിജിയോ പൊളിറ്റിക് ടെററിസം എന്ന് പറയുന്ന ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിനെ കൊല്ലുന്നതാണ്. ഓസ്ട്രിയ ഹംഗറിയുടെ അടുത്ത ഭരണാധികാരിയാകേണ്ട യുവരാജാവിനെ ഒരു അജ്ഞാതൻ മതപരമായ പ്രചോദനം കൊണ്ട് ഉള്ള ഒരു ഇൻഫ്ലുവൻസിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ്. അതേ തുടർന്നാണ് യുദ്ധം ആരംഭിക്കുന്നത്. അതാണ് ഒന്നാം ലോകമഹായുദ്ധമായി വളർന്ന് വലുതായത്. ഓസ്ട്രിയ ഹംഗറി തകർന്നു. ഈ യുദ്ധത്തിൽ അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എംപയേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഈ ഓസ്ട്രിയ ഹംഗറി, 2
സാർ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന റഷ്യ, വേറൊരു സെന്റർ ഉണ്ട്, പിന്നെ സ്വീഡൻ. സ്വീഡൻ വേറൊരു നോർഡിക് രാജ്യങ്ങളിൽ അതാണ് വേറൊരു വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത്. പക്ഷെ അവർ യുദ്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രിഡോമിനന്റ് ഫാക്ടറായിട്ട് വരുന്നില്ല. ജർമ്മനി, അതായത് ഹിറ്റ്ലർക്ക് മുമ്പുള്ള ജർമ്മനി, കൈസറുടെ നേതൃത്വത്തിലുള്ള ജർമ്മനി ഒരു വലിയ പവർ സെന്ററാണ് അവിടെ. ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ എല്ലാം ഇടപെടുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഓസ്ട്രിയ ഹംഗറി തകർന്നുപോയി. റഷ്യയിൽ സാർ ചക്രവർത്തിയുടെ അധീശത്വം പൂർണ്ണമായും തകർന്നു. അവിടെ ഒരു രാഷ്ട്രീയ അട്ടിമറി നടക്കുകയാണ്. സോഷ്യൽ ഡെമോക്രാറ്റുകൾ അധികാരം പിടിച്ചെടുത്തു, സാറിനെ സ്ഥാനഭ്രഷ്ടനാക്കി. ഒടുവിൽ ട്രോട്സ്കി, ലെനിൻ തുടങ്ങിയ ആൾക്കാരാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചിരുന്നത്. ലെനിൻ അന്ന് വെളിയിലായിരുന്നു, യൂറോപ്പിൽ. അദ്ദേഹം ഒളിവിൽ താമസിക്കുകയായിരുന്നു. ഫിൻലൻഡിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിൽ പോയി. അവിടെ നിന്ന് ഒരു ട്രെയിനിൽ അദ്ദേഹം ഈ സോഷ്യൽ ഡെമോക്രാറ്റുകൾ അധികാരം പിടിച്ചെടുത്തപ്പോൾ മടങ്ങിയെത്തി സോഷ്യൽ ഡെമോക്രാറ്റുകളെ അട്ടിമറിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു. അവിടെ വലിയ റഷ്യൻ സാമ്രാജ്യം, സാർ ചക്രവർത്തിമാരെ നൂറ്റാണ്ടുകൾ ഭരിച്ച ഒരു വലിയ റഷ്യൻ സാമ്രാജ്യം മാറി ഒരു പുതിയ ഭരണ സംവിധാനം അവിടെ വന്നു. രണ്ടാമത്തെ വലിയ മാറ്റം. ഒന്നാം ലോകമഹായുദ്ധം മുതലാണ് ഇന്നറിയപ്പെടുന്ന മതഭീകരതയുടെ കോൺഫ്ലിക്റ്റുകൾ മുഴുവൻ തുടങ്ങുന്നത്. വേറൊരു വലിയ മാറ്റം ഉണ്ടാകുന്നത് ഇസ്താംബൂളിലാണ്. ടർക്കി എന്നറിയപ്പെടുന്ന പഴയ തുർക്കി, പഴയ ഒട്ടോമൻ സാമ്രാജ്യം. അന്ന് ലോക മുസ്ലിങ്ങളുടെ തലസ്ഥാനം ഒട്ടോമൻ സാമ്രാജ്യമാണ്. ഇന്ന് മുസ്ലിങ്ങൾക്ക് ഒരു ലോക തലസ്ഥാനമില്ല, അല്ലേ? പക്ഷെ അന്ന് ഒട്ടോമൻ സാമ്രാജ്യമാണ് ലോകത്തിലെ മുസ്ലിങ്ങളുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ ലോക നേതാവ് എന്ന് പറയുന്നത് അന്നത്തെ ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായ, അവിടുത്തെ ഖലീഫയായ ആളാണ്. അപ്പൊ ആ ഖലീഫയാണ് അന്നറിയപ്പെടുന്ന യൂറോപ്പിന്റെ ഒരു വലിയ ഭാഗവും, പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിന്റെ ഒരു വലിയ ഭാഗവും, ഇന്നത്തെ അറേബ്യ, സൗദി അറേബ്യ തുടങ്ങിയ ആ ഭാഗങ്ങളൊക്കെ തന്നെ അന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഈ ഒട്ടോമൻ സാമ്രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത്, ചരിത്രത്തിന്റെ ഒരു ചെറിയ രൂപരേഖ ഒന്നും കൂടി ഒപ്പം കിട്ടിപ്പോയാലേ മനസ്സിലാവുള്ളൂ, ബൈസാന്തിയൻ സാമ്രാജ്യം എന്ന് പറഞ്ഞ മറ്റൊരു സാമ്രാജ്യമാണ് ഉണ്ടായിരുന്നത്. അത് ഓർത്തഡോക്സുകാരുടെ ആദ്യത്തെ ലോക തലസ്ഥാനങ്ങളിൽ ഒന്ന് ബൈസാന്തിയൻ സാമ്രാജ്യമായിരുന്നു. പക്ഷെ ജനങ്ങളിലേറെയും ഓർത്തഡോക്സുകാരായിരുന്നില്ല. അവരെ അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു കൊച്ചു രാജാവ് ചെന്ന് ഇവരെ അട്ടിമറിച്ച്, അത് വേറൊരു കഥയാണ്, ഞാൻ അതിലേക്ക് പിന്നീട് വരെ എല്ലാം കൂടെ കൂട്ടിക്കുഴക്കേണ്ടതില്ല, അട്ടിമറിച്ച് അവിടെ ഒരു പുതിയ ഇസ്ലാമിക ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പണ്ട് മുഹമ്മദ് സ്വപ്നം കണ്ട ആപ്പിൾ എന്ന് പറയുന്നത് ഇസ്താംബൂളാണ്. ഒരു വലിയ സ്വപ്നവുമായിട്ടാണ് വന്ന് മുഹമ്മദ് അത് കീഴ്പ്പെടുത്തുന്നത്. അങ്ങനെ ഈ ഒട്ടോമൻ സാമ്രാജ്യം ഏതാണ്ട് 3-4 നൂറ്റാണ്ടുകൾ വളരെ ശക്തമായി നിൽക്കുകയും ലോക കച്ചവടത്തിന്റെ മുഴുവൻ കേന്ദ്രം ഒട്ടോമൻ സാമ്രാജ്യമായിരുന്നു ആ ഭാഗത്ത് നിന്ന്. കാരണം ഈ ഒട്ടോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുള്ള അറബികൾ വലിയ കച്ചവടക്കാരാണ് പണ്ട് മുതലേ. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തുർക്കിക്കാരും വളരെ എന്റർപ്രൈസിംഗ് ആണ്. അപ്പൊ ഈ ഇന്നത്തെ അറേബ്യൻ ഈ പ്രൊവിൻസ് മുഴുവനും വരുന്നത് അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ്. ആ ഒട്ടോമൻ സാമ്രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഡിസോൾവ് ചെയ്തു. അതത്ര എളുപ്പമായിരുന്നില്ല. ഒട്ടോമൻ സാമ്രാജ്യം തകരുന്നത് ആഭ്യന്തരമായ മറ്റൊരു പ്രശ്നം മൂലമാണ്. കമാൽ പാഷ എന്ന് പറയുന്ന ഒരാള്, അറ്റാതുർക്ക് എന്ന് പറയുന്ന ഒരു സെക്കുലർ റെവല്യൂഷൻ ഉണ്ടാവുകയാണ് അവിടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നറിയപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ സെക്കുലർ റെവല്യൂഷൻ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അമേരിക്കയിലാണ് നടക്കുന്നത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് ആദ്യമായിട്ട് ലോകത്തിൽ നമുക്കറിയപ്പെടുന്ന മോഡേൺ വേൾഡിൽ ആദ്യമായ ഒരു സെക്കുലർ റെവല്യൂഷൻ നടക്കുന്നത് അമേരിക്കൻ റെവല്യൂഷനാണ്. അതിന്റെ അവസാനം ഉണ്ടാകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. ക്ലിയർ സെപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായി. അത് പക്ഷെ നമ്മുടെ ഈ ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട സംഗതിയല്ല. ബ്രിട്ടനും അമേരിക്കയും തമ്മിലുണ്ടായ ഒരു കോൺഫ്ലിക്റ്റിന്റെ അവസാനത്തിൽ നടക്കുന്ന സംഗതിയാണ്. ദൂരെയാണ് സംഭവം, വേറൊരു ഭൂഖണ്ഡത്തിലാണ്. എന്നാൽ നമുക്കറിയപ്പെടുന്ന ഏഷ്യ, യൂറോപ്പ് എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, ഏഷ്യ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നത് ഒട്ടോമൻ സാമ്രാജ്യമായിരുന്നു. അതിനെ കമാൽ അറ്റാതുർക്ക് അവിടെ നിന്നൊരു സെക്കുലർ റെവല്യൂഷൻ അതിനകത്ത് ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ അവരുടെ മതപരമായ നിബന്ധനകൾ കുറയ്ക്കണം, ഹിജാബ് നിർബന്ധമല്ല. ഒട്ടോമൻ സാമ്രാജ്യത്തിൽ അന്ന് ഹിജാബും പർദ്ദയൊക്കെ നിർബന്ധമായിരുന്ന ഒരു തരത്തിലേക്ക് മാറിയിരുന്നു. തുടങ്ങിയത് അങ്ങനെയല്ല, തുടങ്ങിയത് വളരെ ലിബറൽ ആയിട്ടാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് മുഹമ്മദ് തുടങ്ങിയതെങ്കിൽ ഇവൻച്വലി അത് വളരെ ഇൻടോളറന്റ് ആയിട്ട് വളർന്നു വരികയാണ്. അപ്പൊ അത് മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടാണ് കമാൽ അറ്റാതുർക്ക് ഇത് വരുന്നത്. ഒട്ടോമൻ സാമ്രാജ്യത്തിനെ ബ്രിട്ടീഷുകാർ പൊളിക്കുന്ന ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ടർക്കിക്കുള്ളിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി നടന്ന് കമാൽ അറ്റാതുർക്ക് അധികാരത്തിൽ വരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഖാലിഫയെ അധികാരഭ്രഷ്ടനാക്കി. ഈ ഖാലിഫയെ അധികാരഭ്രഷ്ടനാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഒട്ടോമൻ സാമ്രാജ്യത്തെ പിരിച്ചുവിടുന്ന ബ്രിട്ടീഷുകാരാണ്. ഇന്നറിയപ്പെടുന്ന സൗദി അറേബ്യയും ഈ UAE-യും സിറിയ അതൊക്കെ തന്നെ നിലവിൽ വരുന്നത്, പലസ്തീൻ എന്നൊക്കെ പറയുന്ന ഈ സംഗതികളൊക്കെ നിലവിൽ വരുന്നത് ഒട്ടോമൻ സാമ്രാജ്യത്തെ പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്കൊക്കെ ഓരോ നേഷൻഹുഡ് കൊടുത്തുകൊണ്ട് ഇവരെ പിരിച്ചുവിടുകയാണ്. പലസ്തീൻ എന്ന് പറഞ്ഞൊരു പ്രദേശം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രദേശം ഉണ്ടായിരുന്നത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ അതൊരു പ്രവിശ്യയായിരുന്നു. ആ പ്രവിശ്യക്ക്
ഓട്ടോണമി കൊടുക്കണം എന്നൊരു വാഗ്ദാനം, അവർക്കൊരു സ്വന്തമായ രാഷ്ട്രം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു വാഗ്ദാനം അന്ന് ഈ അന്തർദേശീയമായ എഗ്രിമെന്റ്, യുദ്ധത്തിന്റെ അവസാനം ഉണ്ടാകുന്ന എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പം അതെന്തായാലും ഈ പറയുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അവസാനം ഖാലിഫയുടെ സ്ഥാനം ഭ്രഷ്ടമാക്കിയ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ലോകമൊട്ടാകെ ഒരു ഉണർവുണ്ടാകണം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് കൂടിയാണ്. അതിനാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് വരുന്ന ഈ വിഷയം ഞാൻ വിശദീകരിക്കുന്നതിന്റെ കാരണം, ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിലെ മത തീവ്രവാദത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രകടമായ ഒരു വളം നൽകിയ രണ്ടാമത്തെ സംഗതിയാണ്. 1857 കലാപത്തിന് ശേഷം വ്യത്യസ്ത മതവിഭാഗങ്ങളെ ബ്രിട്ടീഷുകാരെ പരസ്പരം മത്സരിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം ഉണ്ടാകുന്നത് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഖിലാഫത്ത് പ്രസ്ഥാനം വളർന്നു വരുമ്പോഴാണ്. ഇപ്പൊ ഗാന്ധി അവിടെ ചെയ്തത്, ഇന്ന് നമ്മൾ ചരിത്രത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഗാന്ധി ചെയ്തത് ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നു എന്നാണ് പറയാൻ പറ്റുക. ഗാന്ധിയുടെ തീരുമാനം അന്ന് ഈ മുസ്ലിം ദേശീയതയെ നേരിടാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, മുസ്ലിം ദേശീയത ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയുക എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്കത് ബുദ്ധിമുട്ട് വന്നത്? അവർ ദേവേ പ്രൊമോട്ടഡ് ബൈ ദി ബ്രിട്ടീഷേഴ്സ് അല്ലേ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ഒരു സമരമായിട്ട് മുസ്ലിം ദേശീയത നീങ്ങുകയില്ല. അവരെ സാമ്പത്തികമായും ബാക്കി എല്ലാ തരത്തിലും അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ഒരു മുസ്ലിം ഐഡന്റിറ്റി എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? അത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലാണ് കിടക്കുന്നത്. അത് ഇന്ത്യയിലല്ല ആരംഭിച്ചത്, തുർക്കിയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ്. പക്ഷെ ഇന്ത്യയിൽ അത് ഗാന്ധി ഏറ്റെടുക്കുകയാണ്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം എന്ന് ഗാന്ധി പറയുന്ന സമയത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട്ട് വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ചാണ് തീരുമാനം എടുക്കുന്നത്. അപ്പം ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അത് പിന്നെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ എതിർത്തവരിൽ ഒരാളാണ് അനി ബെസന്റ്. കോൺഗ്രസിന്റെ പ്രമുഖയായ നേതാവാണ്, ബ്രിട്ടീഷ് പൗരയായിരുന്നു. അവര് ആദ്യത്തെ ഫ്രീ തോട്ട് മൂവ്മെന്റിന്റെ, യൂറോപ്പിലുണ്ടായ ആദ്യത്തെ ഫ്രീ തോട്ട് മൂവ്മെന്റിന്റെ പ്രസിദ്ധിയായ പ്രോത്ഘാടകയായിരുന്ന ഒരാളാണ് അനി ബെസന്റ്. ചാൾസ് ബ്രാഡ്ലയുടെ കാമുകിയായിരുന്നവർ. വലിയ പ്രായവ്യത്യാസം ഉണ്ടായിരുന്ന രണ്ടുപേരാണ്. ചാൾസ് ബ്രാഡ്ലയ്ക്ക് 60കളിൽ പ്രായം ഉണ്ടായിരിക്കുമ്പോൾ ഇവർക്ക് 20കളിലോ മറ്റോ ആയിരുന്നു പ്രായം. അത്ര വലിയൊരു പ്രണയത്തിന്റെ ഭാഗമായിരുന്നവര്. ചാൾസ് ബ്രാഡ്ലയുടെ പിന്നിലെ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അത് അനി ബെസന്റ് ആണെന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ അടുത്തതിൽ വായിക്കുകയുണ്ടായി. ഈ അനി ബെസന്റ് ചാൾസ് ബ്രാഡ്ല മരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നു. ചാൾസ് ബ്രാഡ്ലയുടെ വലിയൊരു അഭ്യുദയകാംക്ഷിയായിരുന്നു ഗാന്ധി, നെഹ്റുവും ഒക്കെ. ഗാന്ധി തന്നെ അദ്ദേഹം ചാൾസ് ബ്രാഡ്ലയെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് തള്ളിക്കളയുന്ന സമയത്ത് അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഗാന്ധി അവിടെ ചെല്ലുകയും അദ്ദേഹത്തെ ജയിലിൽ ചെന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വേറെ കഥ. ഏതായാലും ഗാന്ധിയെ കണ്ടുകൊണ്ട് ഇന്ത്യയിൽ വന്ന ആനി ബെസന്റ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് എതിരായ നിലപാട് കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ചെടുത്തു. ഇനി നോക്കൂ, ചരിത്രത്തിലെ ചില വൈജാത്യങ്ങൾ നോക്കൂ. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് കോൺഗ്രസ് പോകരുത്, അത് കോൺഗ്രസിന്റെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ തകർത്ത് കളയും എന്ന് പറഞ്ഞ മറ്റൊരു നേതാവ് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. അന്ന് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു സെക്കുലർ നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് കോൺഗ്രസ് പോകരുത് എന്ന് പറഞ്ഞ മറ്റ് നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് സർവോന്നത നേതാവായി വരുമെന്ന് കരുതിയിരുന്ന ജിന്നയെ പിന്തള്ളിക്കൊണ്ടാണ് ഗാന്ധി അതിന്റെ സർവാധിപതിയായ നേതാവായിട്ട് മാറുന്നത്. അവിടെ സെക്കുലർ ക്രെഡൻഷ്യൽസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത ജിന്ന വ്യക്തിപരമായി ഒരു നാസ്തികൻ തന്നെ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ജിന്നയുടെ ജീവചരിത്രത്തിലും ഒക്കെ തന്നെ പറയുന്ന ഒരു സംഗതി, അദ്ദേഹം ബ്രിട്ടീഷ് എത്തീസത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരു സെക്കുലർ രാജ്യമാണ് ഉണ്ടാകേണ്ടത് ഇന്ത്യയിൽ എന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നു. അതിനുവേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ്, അതിനുവേണ്ടി വാദിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ സെക്കുലർ ട്രഡീഷൻസിനെ മുഴുവൻ തകർത്തുകളയും എന്ന് പറഞ്ഞ് ഗാന്ധിയുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ജിന്ന എതിർക്കുകയാണ് ചെയ്യുന്നത്. ആ വേദിയിൽ ജിന്നയെ ഗാന്ധിയുടെ അനുയായികൾ കൂവി തോപ്പിച്ചു നമ്മൾ പറയുന്ന പോലെ അദ്ദേഹത്തിനെതിരായിട്ട് വിസിൽ ചെയ്യുകയും കൂവുകയും ഒക്കെ ചെയ്തു. ജിന്ന അപമാനിതനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ജിന്ന ഇന്ത്യ തന്നെ വിട്ട് ബ്രിട്ടനിൽ പോയി ബാരിസ്റ്ററായി പ്രാക്ടീസ് ചെയ്യുകയാണ്. അവിടെ നിന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ലാഹോർ യൂണിവേഴ്സിറ്റിയിലെ ചില വിദ്യാർത്ഥികളാണ് വിളിച്ചുകൊണ്ടുവന്ന് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഏൽപ്പിക്കുന്നത്. അപ്പൊ ജിന്ന പിന്നീട് ഒരു മുസ്ലിം ഹോംലാൻഡിന്റെ വക്താവായിട്ട് മാറുകയാണ്. സവർക്കറുടെ കാര്യത്തിലെ പോലെ തന്നെ സവർക്കറുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വിപ്ലവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ അംഗീകരിച്ചിരുന്ന ഒരു ഹിന്ദുവായ നാസ്തികനായിരുന്നു അദ്ദേഹവും പിൽക്കാലത്ത് ഒരു ഹിന്ദു ദേശീയതയുടെ ഒരു തിയറിറ്റിക്കൽ ലീഡറായിട്ട് മാറി നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിൽ അങ്ങനെ നിരവധി സംഗതികളുണ്ട്. ഏതായാലും ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കാലത്തിലുണ്ടായ ഈ മിസ്റ്റേക്കാണ് മോഡേൺ ഇന്ത്യയിലെ ആദ്യത്തെ മതഭീകരവാദത്തിന് വഴിതെളിക്കുന്നത്. അതായത് മാപ്പിള കലാപം, ഒരു ചെറിയ ഉദാഹരണം നമുക്ക് പരിചയമുള്ള കേരളത്തിലെ ഉദാഹരണം തന്നെ എടുക്കാം. മാപ്പിള കലാപം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മാപ്പിള കലാപത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ആരാണ്? ഈ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ
ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്ന കൂലിപ്പട്ടാളക്കാർ, അതായത് മെഴ്സിനറീസിനെ ഒരു പിരിച്ചുവിട്ടു. കാരണം അവരെ വിശ്വസിക്കാൻ മേലാന്നുള്ളതുകൊണ്ട് അവരെ പിരിച്ചുവിട്ടു. ഒട്ടേറെ ആൾക്കാർ അവിടെ നിന്ന് ഒളിച്ചോടി. അങ്ങനെ ഒളിച്ചോടിയവരെല്ലാം അവരവരുടെ ആയുധങ്ങളും തിരകളും ഒക്കെ ആയിട്ടാണ് ഒളിച്ചോടിയത്. അവർ പ്രചോദിതരായിരുന്നു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഉന്നതിയിൽ അവർ പ്രചോദിതരായിരുന്നു. ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനം കൊണ്ട് ബ്രിട്ടീഷുകാർ പ്രൊമോട്ട് ചെയ്ത ഇസ്ലാമിക് ദേശീയതയെ സ്വാംശീകരിക്കാനാണ് നോക്കിയതെങ്കിൽ അത് ഗാന്ധിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് അതൊരു വലിയ എക്സ്ട്രീം മൂവ്മെന്റ് ആയിട്ട് മാറുകയും വളരെ വയലന്റ് ആയിട്ട് അത് ഒരു ഇസ്ലാമിക ദേശീയതയും മതരാഷ്ട്രം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡ്രീമിലേക്ക് അത് നീങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലേ? കേരളത്തിൽ അന്ന് നടന്ന കലാപം ഒരു വലിയ കൂട്ടക്കൊലയ്ക്ക് വഴിതെളിച്ചു എന്നതിനേക്കാൾ കൂടുതലായിട്ട് അതൊരു മതരാഷ്ട്രം, ഇസ്ലാമിക മതരാഷ്ട്രത്തിന്റെ സ്ഥാപനവൽക്കരണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്കാണ് അന്നത് നീങ്ങിയത്. അതൊരു കാലിഫേറ്റ് ആയിട്ട് തന്നെ അവർ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ വയലന്റ് ആയി പോയി. പക്ഷെ ഗാന്ധി അതിനെ തള്ളിപ്പറഞ്ഞു. ഗാന്ധി തീർച്ചയായിട്ടും തള്ളിപ്പറഞ്ഞു. പക്ഷെ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലെ റാഡിക്കൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഒരു വഴി തെളിച്ചു. അതിനോട് കൗണ്ടറായിട്ട് അതുവരെ കാറ്റുപിടിക്കാതിരുന്ന ഹിന്ദു ദേശീയതയ്ക്ക് അതോടെ കാറ്റുപിടിക്കാൻ തുടങ്ങി. ഈ റാഡിക്കലൈസേഷനും ഈ എക്സ്ട്രീമിസവും മറുവശത്ത് വേറൊരു റാഡിക്കലൈസേഷൻ വളർന്നു വരികയാണ്. നോക്കൂ, 1920 കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ഒരു ഡിവൈഡഡ് ഇന്ത്യയാണ്. വളരെ കൃത്യമായി ഹിന്ദു റാഡിക്കലിസത്തിന്റെ വക്താക്കൾ ഒരു വശത്തും ഇസ്ലാമിക് റാഡിക്കലിസത്തിന്റെ വക്താക്കൾ മറുവശത്തും ഇതിനെ രണ്ടിനെയും സ്വാംശീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു സെക്കുലർ ദേശീയത ഇതിന്റെ മധ്യഭാഗത്തും കൂടി ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ സെക്കുലർ ദേശീയതയ്ക്ക് ഇന്ത്യയിലെ ഭരണമാറ്റത്തിൽ പ്രിഡോമിനൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു. ആ വില എന്ന് പറയുന്നത് രാജ്യം വിഭജിച്ചു പോയി എന്നതല്ല, അതൊരു ദേശീയതയുടെ ചിന്തയാണ്. ഞാൻ അതിനേക്കാൾ വലിയ വില എന്ന് പറയുന്നത് അന്ന് നടന്ന കൂട്ടക്കൊല തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപിരിഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തുള്ള ചിന്തയാണ്. പക്ഷെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു, വീട് വിട്ട് ഓടേണ്ടി വന്നു, എല്ലാം വിറ്റുപെറുക്കി അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം കഴിച്ചു കൂട്ടിയത്. ഡൽഹിയിലെ ഏതൊരാളെ എടുത്താലും, ഒരു ഹിന്ദു സിഖ് പശ്ചാത്തലമുള്ള ഏതൊരാളോട് സംസാരിച്ചാലും അവർക്കൊക്കെ ലാഹോറിൽ നിന്ന് വന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത ഒരു കഥ പറയാനുണ്ടാവും. അവരുടെ കഥയല്ല, അവരുടെ അപ്പൂപ്പന്റെ, അവരുടെ അമ്മൂമ്മയുടെ, അവരുടെ അച്ഛന്റെ കുട്ടിക്കാലത്തെ ഒരു പലായനത്തിന്റെ കഥ. പലരും ഇപ്പോഴും പറയുമ്പോൾ, ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എനിക്ക് പരിചയമുണ്ടായിരുന്ന പല സുഹൃത്തുക്കളുടെയും അച്ഛനമ്മമാരോട് സംസാരിക്കുമ്പോൾ അന്ന് പറയുന്ന അവരുടെ കഥകൾ അവരുടെ കണ്ണുകൾ നനയിക്കുന്നുണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്ന ഒട്ടേറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. അതുവരെ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന അയൽക്കാർ പരസ്പരം ആയുധമെടുത്തു, വെട്ടി നുറുക്കി. ഞാൻ ഡൽഹിയിൽ ആദ്യം താമസിച്ചിരുന്ന സ്ഥലം കരോൾ ബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് ഒരുപക്ഷെ ഇന്ത്യയിലെ വർഗീയ വിഭജനത്തെക്കുറിച്ച് പറയുമ്പോൾ കരോൾ ബാഗിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയ നൈവാല ഗലി എന്നറിയപ്പെടും. നൈവാല എന്ന് പറഞ്ഞാൽ ബാർബർ എന്നാണ്, നൈ എന്ന് പറയുന്ന ബാർബേഴ്സ് ആണ്. ഇപ്പൊ മുസ്ലിം സമുദായത്തിലെ ജാതി സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് നൈ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു അവിടെ ആരുമില്ല. ഇപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ആരുമില്ല. അവരെല്ലാം തന്നെ പലായനം ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ന് അവിടെ ഒരു റിയൽ എസ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ മോട്ടോർ സ്പെയർ പാർട്സിന്റെ ഒക്കെ ഒരു വലിയ മാർക്കറ്റാണ്. ഞങ്ങൾ അവിടുന്ന് പിന്നീട് മൂവ് ചെയ്തു മയൂർ വിഹാറിലേക്ക് പോകുന്നു കുറെ കാലം കഴിയുമ്പോൾ. പക്ഷെ ഈ കരോൾ ബാഗിലെ കാലത്ത് എനിക്ക് പരിചയമുണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ 1946, 47, 48 കാലഘട്ടത്തിലെ ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയാനുണ്ട്. ഇവർ പറഞ്ഞ കഥകൾ ഇവരുടെ ചേട്ടന്മാരെ, അമ്മമാരെ, അച്ഛന്മാരെ ഒക്കെ കൊന്ന കഥകൾ, അല്ലെങ്കിൽ അവരുടെ അമ്മമാരെയോ അമ്മൂമ്മമാരെയോ റേപ്പ് ചെയ്ത കഥകൾ, പുരുഷന്മാരെ പിടികൂടിയിട്ട് അവരുടെ ലിംഗം ഛേദിച്ച് അവരെ രക്തം ബ്ലീഡ് ചെയ്ത് മരിക്കാനായിട്ട് വിട്ട കഥകൾ. രണ്ടു വശത്തും, ഒരു വശത്ത് മാത്രമല്ല. സിഖുകാർക്കൊക്കെ പറയാനുണ്ടായിരുന്ന കഥ, അവിടെ സിഖുകാർ ഹിന്ദുക്കൾ ഒന്നിച്ചായിരുന്നു. എല്ലാവർക്കും ഒരുപാട് മുസ്ലിം പീഡന കഥകൾ പറയാനുണ്ടായിരുന്നു. പിന്നീട് പാകിസ്ഥാനിൽ പെട്ട ആൾക്കാരെ ഞാൻ പലപ്പോഴും കണ്ടപ്പോൾ അവരുടെയൊക്കെ അച്ഛനമ്മമാർക്ക്, ലാഹോറിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുടെ അച്ഛനമ്മമാർക്ക്, പിന്നീട് ഞാൻ യൂറോപ്പിലേക്കൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത കഥകളാണ്. കരോൾ ബാഗിലെ ഈ പ്രദേശത്ത് ആൾക്കാര് ഇവാക്യൂ പ്രോപ്പർട്ടി അവരെല്ലാം ഇട്ടുപോവുകയാണ്. എല്ലാം അവരുണ്ടായിരുന്ന വീടുകളും ഫ്ളാറ്റുകളും എല്ലാം ഇട്ടെറിഞ്ഞ ആൾക്കാർ ഓടിപ്പോവുകയാണ്. അങ്ങനെ വരുന്ന സ്ഥലം മുഴുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവർക്ക് അവിടെ ഉണ്ടായിരുന്ന ഭൂമിയുടെ അനുസരിച്ചുള്ള ഏതാണ്ട് ഒരു കണക്കനുസരിച്ചുള്ള ഇവാക്യൂ പ്രോപ്പർട്ടി ഇവർക്ക് കിട്ടുകയാണ്. അങ്ങനെ 47 വന്ന ഒരു പലായനം ചെയ്ത ഒരു കുടിയേറ്റക്കാരുടെ സ്ഥലമാണ് കരോൾ ബാഗ് എന്ന് പറയുന്നത്. വേറെ ഉണ്ട് പഞ്ചാബി ബാഗ്, അങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട്. കരോൾ ബാഗ് അങ്ങനെ ഒരു കേന്ദ്രമാണ്. അവിടെ സിഖുകാരും ഹിന്ദുക്കളും മാത്രമേ ഉള്ളൂ. എല്ലാവരും തന്നെ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അങ്ങനെ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന ഒട്ടേറെ ആൾക്കാർ ഇന്ത്യയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ലാൽ കൃഷ്ണ അദ്വാനി, അദ്ദേഹം പാകിസ്ഥാനിൽ, ഇന്നത്തെ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പലായനം ചെയ്തു വന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ
ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതഭീകരത നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദി ആരാണ്? ഹിന്ദുവാണോ മുസ്ലിമാണോ? അവിടെ എത്ര ആയിരം ഹിന്ദുക്കൾ മരിച്ചു? ആയിരങ്ങളല്ല, ലക്ഷങ്ങളാണ് മരിച്ചത്. എത്ര ആയിരം മുസ്ലിങ്ങൾ മരിച്ചു? നമ്മൾ അതും കാണണ്ടേ? ലക്ഷങ്ങളാണ് മരിച്ചത്. ആർക്കെങ്കിലും അന്നത്തെ ആ സാഹചര്യത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടണമെങ്കിൽ ഖുഷ്വന്ത് സിംഗിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. ഒരു നോവലാണ്. പക്ഷെ അദ്ദേഹം പലായനം ചെയ്തു വന്ന ഒരു കുടുംബത്തെ ഒട്ടേറെ ആൾക്കാരുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇവിടെയാണ്, ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെങ്കിലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എല്ലാം ഇട്ടെറിഞ്ഞ് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യുന്ന ആ കഥയാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതഭീകരതയുടെ ദുരന്തം എന്ന് പറയുന്നത് ആരെങ്കിലും ബോംബ് പൊട്ടിയോ ഒന്നോ രണ്ടോ പേര് മരിച്ചതല്ല. ദശലക്ഷക്കണക്കിന് ആൾക്കാരെ വെട്ടിയും കുത്തിയും കൊന്നും മരിച്ചു വീണ കബന്ധങ്ങൾ നിരന്നിങ്ങനെ കിടന്ന ഒരു കാലഘട്ടത്തിന്റെ സ്മരണ ഉണർത്തിക്കൊണ്ടാണ് നമ്മൾ മത തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ തുടങ്ങേണ്ടത്. അത് കാണാതെ, അത് ഓർക്കാതെ, അതേക്കുറിച്ച് സ്മരിക്കാതെ, അതേക്കുറിച്ച് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മത തീവ്രവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു സമുദായത്തെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാ സമുദായത്തെയും കുറ്റപ്പെടുത്തണം. ഹിന്ദുക്കളെ കുറ്റപ്പെടുത്തണം, മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തണം, സിഖുകാരെ കുറ്റപ്പെടുത്തണം, എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. അവരെയൊക്കെ പ്രചോദിപ്പിച്ച, വാശി കയറ്റിയ, ഈ വൈരാഗ്യം അവരുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ച, ആവേശഭരിതരാക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരിൽ കുറെ ആൾക്കാർ കൊല്ലപ്പെട്ടു പോയി, കുറെ ആൾക്കാർ നേതാക്കന്മാരായി. പക്ഷെ അവരാണ് ഉത്തരവാദികൾ. ഈ മതവൈരം, ശത്രുത, അന്യമതത്തിൽപ്പെട്ടവരോട് വെറുപ്പ്, അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ കാലുഷ്യം, ദുഷ്ടത, ഇത് വളർത്തിയെടുത്തതാണ് തൊട്ട അയൽവക്കക്കാരനെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ ഓരോരുത്തർക്കും പ്രചോദകമായത്. അങ്ങനെ കുത്തിക്കൊന്നവർ ദശലക്ഷക്കണക്കിനാണ്, മില്യൻസ് ആണ്. ഇതേ കരോൾ ബാഗിൽ ഞാൻ അവിടെ താമസിച്ചിരുന്ന ഒരു കാലത്ത് തന്നെ മറ്റൊരു വർഗീയ കലാപം നടക്കുന്നുണ്ട്. അതിന് ഞാൻ തന്നെ നേരിട്ട് ദൃക്സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടാകും ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ കാലം. ഞങ്ങൾ ഡൽഹിയിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് അന്ന് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയമായിരുന്നു. ഏത് ബസ്സിൽ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് അതിലൊരു ബോംബ് പൊട്ടുക, എത്ര ആൾക്കാരാണ് കൊല്ലപ്പെടുക എന്ന് ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. അന്ന് ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കാലമാണ്. ഞങ്ങളൊക്കെ ബസ്സിൽ വെളിയിലേക്ക് പോകുമ്പോൾ അമ്മ ഭയന്നായിരുന്നു വീട്ടിലിരിക്കുന്നത്. ജീവനോടെ തിരിച്ചു വരുമോ അതോ കഷ്ടങ്ങളായി പാക്ക് ചെയ്താണ് വരിക എന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നില്ല. എവിടെയും ഏത് ആൾക്കൂട്ടത്തിലും വന്ന് അജ്ഞാതരായ ആൾക്കാർ വെടിവെക്കുമായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ വന്ന് ആൾക്കാരുടെ നേരെ വെടിവെക്കുമായിരുന്നു. 100 കണക്കിന് മരണങ്ങൾ, 100 അല്ല, അതിൽ എത്രയോ കൂടുതലായിരിക്കും മരണങ്ങളാണെന്ന് ഡൽഹിയിൽ ഉണ്ടായത്. ഡൽഹി മൊത്തം നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. അവിടെ മുസ്ലിം ഏരിയയിലായിരുന്നില്ല. ഡൽഹിയിലെ മുസ്ലിം ഏരിയ എന്ന് പറയുന്നത് ദരിയാഗഞ്ചും ജമാ മസ്ജിദ് ഏരിയയൊക്കെയാണ്. അവിടെ ഒന്നും ആയിരുന്നില്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഹിന്ദുക്കൾക്കെതിരായി സിഖുകാരാണ് അന്ന് കലാപം നടത്തിയത്. ഹിന്ദുക്കളെയാണ് അവർ കൊന്നത് കൂടുതലായി. ഡൽഹിയിലുണ്ടായിരുന്നത് സിഖുകാർ എന്ന് പറയാൻ പറ്റില്ല, സിഖ് തീവ്രവാദികൾ ഹിന്ദുക്കൾക്കെതിരെയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? പഞ്ചാബിൽ ഹിന്ദുക്കൾ കുടിയേറുന്നു. അത് സിഖുകാരുടെ ഹോളി ലാൻഡാണ്. അവിടേക്ക് ഇന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾ വരുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കേരളത്തിൽ ബിഹാറികൾ വരുന്നു, ബംഗാളികൾ വരുന്നു എന്ന് പറയുന്ന പോലെ, പഞ്ചാബിലെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് അന്ന് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോവുകയാണ്. അവരെല്ലാം തന്നെ ഹിന്ദുക്കളാണ്. അപ്പൊ ഹിന്ദുക്കളുടെ പ്രിഡോമിനൻസ് പഞ്ചാബിൽ വരുന്നതിനെതിരായിട്ട് ഹിന്ദുക്കളെ കൊല്ലുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്കാണ് ഖലിസ്ഥാൻ മൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട വിസ്ഫോടനം. എത്രയോ ഹിന്ദുക്കളെയാണ് അവർ കൊന്നത്, എന്നാൽ അവർ മുസ്ലിങ്ങളെ കൊന്നില്ല. അതിന്റെ കാരണം പിന്നീട് നമുക്കറിയാം. പാകിസ്ഥാൻ ഈ ഖലിസ്ഥാൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ പിൽക്കാലത്ത് വെളിയിൽ വരുന്നുണ്ട്. ബസ്സിൽ പോകുന്ന ആൾക്കാരെ രാത്രിയിൽ അജ്ഞാതരായ ആൾക്കാർ തടഞ്ഞു നിർത്തും. അവർക്ക് എന്തിനാണ് തടഞ്ഞു നിർത്തുന്നത് പോലും മനസ്സിലാവില്ല. അവരുടെ പുരുഷന്മാരെ മുഴുവനും അവര് വസ്ത്രം മാറ്റിയിട്ട് അവർക്ക് പരിച്ഛേദന നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. എന്തിനാണ്? മുസ്ലിമിനെയും ഹിന്ദുവിനെയും വേർതിരിച്ച് കാണാനായിട്ട്. എന്നിട്ട് പരിച്ഛേദന നടന്നിട്ടില്ലാത്ത, തലപ്പാവില്ലാത്ത എല്ലാ മനുഷ്യരെയും മാറ്റി നിർത്തി നിരനിരയായി വെടിവെച്ച് കൊല്ലുന്ന എത്രയെത്ര കഥകളാണെന്നുണ്ടായിരുന്നത്. ഞാനതൊക്കെ കണ്ടും കേട്ടും വളർന്ന ഒരാളാണ്. ഭയന്നാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. ഞങ്ങളുടെ തെരുവിൽ തന്നെ 5 or 6 സിഖ് കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ഹിന്ദുക്കളുമായി സഹകരിച്ചാണ് പോകുന്നത്. ചില ആൾക്കാർ പഞ്ചാബിൽ നിന്ന്, പണ്ട് ലാഹോറിൽ നിന്ന് വന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ അയൽവക്കത്തുണ്ടായിരുന്നത്. ആ സ്ട്രീറ്റ് കോർണറിൽ ഉണ്ടായിരുന്നത് ഒരു സിഖ് കുടുംബമായിരുന്നു. ഒരു ബാദൽ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഓട്ടോ ഷോപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഞങ്ങളുടെ അതേ തെരുവിൽ തന്നെ ഒരു പഴയ സിഖ് കുടുംബം ജീവിക്കുന്നുണ്ടായിരുന്നു. ഹിന്ദുക്കളും ജീവിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഹിന്ദു സിഖ് അല്ലാത്ത ഏക കുടുംബം ഉണ്ടായിരുന്നു ഞങ്ങളായിരുന്നു എന്നായിരുന്നു വിചാരം. ഞങ്ങളുടെ മുകളിലത്തെ നിലയിൽ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അത്ര എൻ്റെ ഓർമ്മയുള്ളൂ. പക്ഷേ അതിൽ പിന്നീട് അറിയാൻ പറ്റി, ഞങ്ങളുടെ ആ തെരുവിലുണ്ടായിരുന്ന ഒരു വീട്ടിലെ ഒരു യുവാവ് ഖലിസ്ഥാൻ മൂവ്മെന്റിന്റെ വലിയ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഒരു ദിവസം ഒരു കൂട്ടക്കരച്ചിൽ കേൾക്കുന്നു. സിഖ് കലാപത്തിന് മുമ്പാണ്. അവിടെ ഗുരുദ്വാരയിലെ ഒരു ആക്രമണത്തിൽ അയാൾ വെടിവെച്ച് കൊല്ലപ്പെട്ടു. ആ മൃതദേഹം അവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് മൃതദേഹം കൊണ്ടുപോയി. മൃതദേഹം അവിടെ അടക്കാൻ പോലും
ദഹിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല. കാരണം ഹി വാസ് എ ടെററിസ്റ്റ്, അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്ട്രീറ്റിൽ തന്നെ ഒരു സിഖ് ടെററിസ്റ്റ് ജീവിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്ര ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു അന്ന് ഈ സിഖുകാരും ഹിന്ദുക്കളും തമ്മിലുള്ള പരസ്പര ശത്രുത മൂലം ഉണ്ടായിരുന്നത്. ഇത്ര കലുഷിതമായ ഭാഷയിലാണ് ഇരുകൂട്ടരും മറ്റുള്ളവരെ കുറിച്ച് അന്ന് സംസാരിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ കുറഞ്ഞു പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കാതാവുകയാണ്. കണ്ടാൽ മുഖം മാറി നടന്നു പോകുന്ന ഒരു സ്ഥിതി വരുന്നു. എത്ര വേഗമാണ് അത് ഉണ്ടാവുന്നതെന്ന് അറിയാവോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര വേഗത്തിലാണ് അത് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വരുന്നു. ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നു. ആ കൊല ചെയ്യപ്പെടുന്നതിനെ തുടർന്നുണ്ടായ വർഗീയ കലാപം അത് കാറ്റ് തിരിഞ്ഞു വീശുകയാണ്. ഹിന്ദുക്കൾ സിഖുകാർക്കെതിരായിട്ടായിരുന്നു വലിയ മുന്നേറ്റം. ഞങ്ങളുടെ തെരുവിലെ 6 പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കലാപത്തിൽ. തൊട്ടടുത്തുള്ള റോഡിലുണ്ടായിരുന്ന ഒരു ടയർ വിൽക്കുന്ന ഒരു കടയിലെ ഉടമസ്ഥനെ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ചുറ്റും ടയറിട്ട് ജീവനോടെ കത്തിക്കുന്നത് എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ചില ആൾക്കാരെ കെട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് വലിയ കമ്പുകളിൽ കൊത്തിയെടുത്ത് ഒരു വേദനയോടെ പിടയുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ കാണുകയാണ് കണ്ണിന്റെ മുമ്പിൽ. ഈ കലാപം നടക്കുമ്പോൾ ഞാനും എൻ്റെ അച്ഛനും ഞങ്ങൾ രണ്ടുപേരും നമ്മളെ ആക്രമിക്കില്ല എന്നൊരു എന്തോ ഒരു ബോധം കൊണ്ട് ഞങ്ങൾ അതിനകത്ത് വെളിയിൽ ഇറങ്ങുകയും, അന്ന് എൻ്റെ അച്ഛൻ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ അന്ന് അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് നിരവധി ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിരവധി ഫോട്ടോഗ്രാഫുകൾ എടുത്തത് ഞാനാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ശബ്ദം ഉയർത്തിയാൽ നമ്മളെ പോലും കൊന്നുകളയുന്ന ഒരു സ്ഥിതി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പോലും നിവൃത്തിയില്ലാത്തൊരു സ്ഥിതി വരുന്നു. നമ്മൾ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് കഥകളെല്ലാം അടച്ചിരിക്കുകയാണ്. കഥ അടച്ചിരിക്കുന്ന വീടുകളിൽ വാതിലുകൾ വെട്ടിപ്പൊളിച്ച്, കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കുത്തിയെരിയുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന 10 or 20 കൊല്ലം സ്നേഹിച്ച അയൽവക്കത്ത് കഴിഞ്ഞിരുന്ന ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയാണ്. അന്ന് 2000-ലധികം പേര് കൊല്ലപ്പെട്ടു ഡൽഹിയിൽ എന്നാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷേ കരോൾ ബാഗിൽ മാത്രം ഒരു 200 പേരെങ്കിലും കൊല്ലപ്പെട്ടുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കണക്കുകളൊക്കെ അപൂർണമാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കോൺഫ്ലിക്റ്റ് വളർന്നു വന്നത്? എന്തുകൊണ്ടാണ് ഈ മതഭീകരവാദം വർഗീയ കലാപത്തിലേക്ക് വഴിതെളിച്ചത്? ഈ പറയുന്ന ഒരു മതത്തോട് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തോട് ശത്രുത വളർത്തുന്ന നിരന്തരമായി ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ കുറ്റം കൊണ്ടല്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ബയോളജിക്കൽ കോയിൻസിഡൻസ് ആണ് നിങ്ങളുടെ മതം. നിങ്ങളുടെ മതം നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല. നിങ്ങളുടെ വിശ്വാസ സംഹിതമേൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. കുട്ടിക്കാലത്ത് നിങ്ങളുടെ മേൽ മസ്തിഷ്ക പ്രക്ഷാളനം വഴി അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കെതിരായി ശത്രുതയാണ്, കലിയാണ്, പകയാണ്, ഒടുങ്ങാത്ത വിരോധമാണ്. ഈ വിരോധത്തിന്റെ റിസീവിംഗ് എൻഡിലാണ് നിങ്ങൾ. നോക്കൂ, അങ്ങനെ ഒരു അവസ്ഥയെ നിങ്ങളെ തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എപ്പോഴാണ് നിങ്ങളുടെ അയൽവാസി നിങ്ങൾ ജനിച്ച മതത്തിന്റെ പേരിൽ നിങ്ങളുടെ മേൽ കത്തിയെടുത്തുകൊണ്ട് വരികയില്ല എന്ന് അറിയില്ലാത്ത, അതേക്കുറിച്ച് ഓർത്ത് ഭീതിയോടെ കഴിയേണ്ടി വരുന്ന ദിനരാത്രങ്ങളെ കുറിച്ച് ഓർത്ത് നോക്കൂ. അവിടെ സിഖുകാരും ഹിന്ദുക്കളും തമ്മിലായിരുന്നു. പിന്നീട് നമുക്കൊക്കെ അറിയാവുന്ന ഒട്ടേറെ കലാപങ്ങൾ, ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റുകൾ ഒരുപാട് നടന്നു. മുംബൈയിൽ അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു സംഗതിയാണ്. അവിടെയുള്ള ധാരാവി തുടങ്ങിയ ചേരികളിലും മറ്റും നടന്ന നിരവധി വർഗീയ കലാപങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ ഇരുകൂട്ടരും വളർത്തിയെടുത്തു. ഓരോ കൂട്ടരും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി, തങ്ങളുടെ പ്രിഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വാശി കയറ്റി കൊടുത്തു. എതിരാളികൾക്കെതിരായിട്ടുള്ള ക്ഷോഭം ഇങ്ങനെ ഊതി വീർപ്പിച്ചു കൊടുത്തു. അത് കണ്ട് ആൾക്കാര് ഒരാൾക്കെതിരായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ആക്ഷേപം ഉന്നയിക്കുകയും നിരന്തരമായിട്ട് അവരെ പീഡിപ്പിക്കുന്ന മറ്റുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുകയും അവരെ അവഹേളിക്കുകയും അവരെ നമ്മൾ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും ചെയ്താൽ എന്ത് പറ്റും? അവർ റെസിസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റൻസിന് വീണ്ടും ശക്തി കിട്ടുകയാണ്. ആ റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുകയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ അറ്റ് ഡേഞ്ചർ ആൻഡ് ദേ ആർ ഇൻ ഡേഞ്ചർ. രണ്ട് കൂട്ടരും അപകടത്തിലാണ് പെടുന്നത്. മുംബൈയിൽ നടന്നു, ഗുജറാത്തിൽ നടന്ന ഏറ്റുമുട്ടലുകൾ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. നോക്കൂ, 1921 കേരളത്തിൽ നടന്ന ഒരു വലിയ കോൺഫ്ലിക്റ്റിന്റെ റിസീവിംഗ് എൻഡിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളാണെങ്കിൽ പിന്നീട് കേരളത്തിൽ ഇത്തരം വർഗീയ കലാപങ്ങൾ ഈ മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ പല ഭാഗത്തും നടക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്നില്ല. ചെറിയ ചില കലാപങ്ങൾ, ഇപ്പം മാറാട് പോലത്തെ ഇഷ്യൂസ് ഒക്കെ കാണാതല്ല ഞാൻ പറയുന്നത്. അപ്പം ഇത്തരം മതത്താൽ പ്രേരിതമായ കോൺഫ്ലിക്റ്റുകൾ എപ്പോഴാണ് വരുന്നത് എന്നൊന്ന് ടുക്കായിട്ട് ഈ പറയുന്ന കഥകളിൽ നിന്ന്, ഈ പറയുന്ന സംഭവങ്ങളിൽ നിന്ന് ഒരു കോമൺ ലൈൻ ഒന്ന് സ്വീകരിക്കാൻ നോക്കിയാൽ മനസ്സിലാകുന്ന ഏക സംഗതി, പൊളിറ്റിക്കൽ ഗോൾസും റിലീജിയസ് അഫിലിയേഷനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടാകുന്ന നേരങ്ങളിലാണ് ഇതൊക്കെ വരുന്നത്. ഇതിനൊരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടിയാണ് റാഡിക്കലിസം വളരുന്നതും അന്യമതങ്ങളെ അധിക്ഷേപിക്കുന്നതും. ആ അധിക്ഷേപിക്കുന്നത് ഈ വിഭാഗീയത വളരാൻ വേണ്ടി തന്നെയാണ്, ഈ കോൺഫ്ലിക്റ്റ് വളരാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ മറ്റൊരാളെ എതിർപക്ഷത്ത് നിർത്തുന്നത് വഴി ഈ വശത്ത് കൂടുതൽ പോളറൈസേഷൻ ഉണ്ടാക്കാനും അതുവഴി ശക്തി സമാഹരണത്തിനും സാധിക്കും എന്ന വിചാരം കൊണ്ടാണ്.
അതേ വിചാരം കൊണ്ടാണ് ഖാലിസ്ഥാനികൾ ഹിന്ദുക്കൾക്കെതിരായി പറഞ്ഞത്. അതേ വികാരങ്ങൾ കൊണ്ടാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും 1930 മുതൽ വളരെ പ്രകടമായി കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയും അന്തിമമായി വലിയ കൂട്ടമരണത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തത്. എല്ലായിടത്തും കാണുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി, രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മതം തലയിൽ കയറ്റിയ ആൾക്കാർ, അല്ലെങ്കിൽ മതവിദ്വേഷം തലയിൽ കയറ്റിയ, മതവിദ്വേഷം എന്ന് ഞാൻ പറയുന്നത് മതങ്ങൾക്കെതിരായ വിദ്വേഷത്തെക്കാൾ ഉപരിയായിട്ട് ഒരു പ്രത്യേക മതത്തോട് വിദ്വേഷം വേണം എന്ന് ശഠിക്കുന്ന മനസ്ഥിതിക്കാരായ ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അത്ര ആൾക്കാർ, അതാ മതങ്ങളിൽ ജനിച്ചവരുമുണ്ട്, മതങ്ങളിൽ നിന്ന് പുറത്തു പോയവരുമുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവരുടെ നിരന്തരമായ പ്രചരണത്തിന്റെ ഫലമായി വിജൃംഭിത മനസ്കരായ ആൾക്കാർ വളരെ വയലന്റ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ക്വിക്ക് ഗോയിങ് ബാക്ക് ടു ദി ഗ്ലോബൽ സിറ്റുവേഷൻ. നമുക്ക് അറിയാം, ലോകത്തിലെവിടെയാണ് ഈ 1921 ഖാലിഫേറ്റ് പ്രസ്ഥാനം കഴിഞ്ഞതിന് ശേഷം മങ്ങിത്തുടങ്ങിയ റിലീജിയസ് ടെററിസം വീണ്ടും വളരാൻ തുടങ്ങിയത് എപ്പോഴാണ്? നമുക്ക് കാണാവുന്ന ഒരു സംഗതി, ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ടായി, അവർ പലരും വളരെ വളരെ ബ്രൂട്ടൽ ആയിരുന്നു. അവർക്ക് എതിരായി പറയുന്ന ഭരണാധികാരത്തിനെതിരായിട്ടോ രാജകുടുംബത്തിനെതിരായിട്ടോ അവരുടെ വിശ്വാസ സമിതിക്കെതിരായിട്ടോ പറയുന്ന ആൾക്കാരെ കൊല്ലാൻ പോലുമുള്ള നിയമങ്ങളുള്ള രാജ്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെയാണ് ഉണ്ടാക്കി കൊടുത്തതെങ്കിലും ഈ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അത്തരം നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി ദേ ഹാവ് ബീൻ അണ്ടർ ഗ്രേറ്റ് പ്രഷർ. പക്ഷേ 1979 1921 പോലത്തെ 1921 1919 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായതുപോലത്തെ മറ്റൊരു ചരിത്ര മുഹൂർത്തമാണ് 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം. അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ലിബറലൈസ് ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പുതിയ മുഖം ഉണ്ടാവുകയാണ്. അതോടുകൂടി അത് വളരെ വേഗം റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഇറാനിൽ ഒരു ഷിയ നേതൃത്വമാണുള്ളത്. അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ ലോക ഷിയ നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ അഡ്രസ്സിംഗ് ആണ് അവിടെ ഉണ്ടായ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ ഒരു വെസ്റ്റേൺ പൊളിറ്റിക്കൽ അലയൻസിന്റെ പാർട്ടായിരുന്ന ഷായെ അധികാര പ്രശ്നമാക്കി വരുന്ന ഇസ്ലാമിക ഭരണം കൃത്യമായിട്ടും ആന്റി വെസ്റ്റ്, ആന്റി അമേരിക്കൻ ആയ ഒരു ഓറിയന്റേഷനാണ് കൊണ്ടുവരുന്നത്. അത് ലോക രാഷ്ട്രീയത്തിലെ വേറൊരു ഭാഗമാണ്. പക്ഷേ ഇസ്ലാമിക് എക്സ്ട്രീമിസത്തിന് ഒരു പുതിയ മുഖമുണ്ടായി. എതിരായിട്ട് ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും കൊന്നൊടുക്കിക്കൊണ്ടാണ് ഇസ്ലാമിക റവല്യൂഷൻ അവിടെ പൂർത്തീകരിക്കപ്പെട്ടത്. ഇസ്ലാമിക റവല്യൂഷൻ അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് അവിടുത്തെ തൂദേ പാർട്ടിയുടെ പിന്തുണയോടെയാണ് എന്നെല്ലാവർക്കും അറിയാം. അവിടെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഈ ഷായ്ക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമരമുഖം വളർത്തിയെടുത്തത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. തൂദേ പാർട്ടി എന്നാണ് എൻ്റെ പേര്. ഈ തൂദേ പാർട്ടിയാണ് ആ പ്രസ്ഥാനം കൊണ്ടുവന്നത്. ആ സമരത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടും അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവര് അവിടെ ഉണ്ടായിരുന്ന റാഡിക്കൽ ഇസ്ലാമുമായിട്ട് കൂട്ടുകൂടുകയാണ്. അങ്ങനെ റാഡിക്കൽ ഇസ്ലാമുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് അവർ ഷായെ അധികാര പ്രശ്നമാക്കുന്നു. തുടർന്ന് അന്ന് വെളിയിൽ കഴിഞ്ഞിരുന്ന, അന്ന് ഫ്രാൻസിൽ കഴിഞ്ഞിരുന്ന ആയത്തുള്ള ഖുമേനി, അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായിരുന്നെങ്കിലും അദ്ദേഹം മടങ്ങി വരുന്നു, ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. തുടർന്ന് അവരുണ്ടാകുന്ന അധികാരം ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് പോവുകയാണ്. എന്നാൽ ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും അവർ തൂദേ പാർട്ടിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ ഭാഗ്യം പരീക്ഷിക്കാമെന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ പോലും ഒരൊറ്റ രാത്രിയിൽ ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ മുഴുവൻ അവരെ എക്സിക്യൂട്ട് ചെയ്തു. അതൊരു തുടക്കമായിരുന്നു. കൊന്നുകളഞ്ഞു, ശിരച്ഛേദം ചെയ്തു കളഞ്ഞു, എല്ലാ നേതാക്കന്മാരെയും കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അകത്തുണ്ടായിരുന്ന എതിരാളികളെ അവർ തിരഞ്ഞുപിടിച്ചു. അതിനകത്തുണ്ടായിരുന്ന ലിബറലുകളെ, അതിനകത്തുണ്ടായിരുന്ന സെക്കുലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ, ഇസ്ലാമിക് മൂവ്മെന്റിൽ തന്നെ ഉണ്ടായിരുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ ഒക്കെ തിരഞ്ഞുപിടിച്ചു. കവികളായ ആൾക്കാർ, കുറച്ച് വിശാലമായ ലോകവീക്ഷണം ഉണ്ടായിരുന്ന ലിബറൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാരെയൊക്കെ തിരഞ്ഞുപിടിച്ച് ഒന്നൊന്നായിട്ട് സ്ലൈസ് ചെയ്തു, കൊന്നു. അങ്ങനെ ഒരു സർവാധിപത്യമുള്ള ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി. അവിടെ ലോകത്തിൽ, ആധുനിക ലോകത്ത് നോക്കൂ, 1919 അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ച് നിങ്ങൾക്കിനി ഹിജാബ് ധരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ധരിച്ചാൽ മതി, യു ഹാവ് ദി ഫ്രീഡം, പർദ്ദയോ നിഖാബോ ധരിക്കേണ്ടത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ മുസ്തഫ കമാൽ പാഷയുടെ വലിയ മഹാവിപ്ലവം 50 കൊല്ലം കഴിയുമ്പോൾ തിരുത്തപ്പെടുകയാണ്. നിങ്ങൾക്ക് ശിരോവസ്ത്രമില്ലാതെ വെളിയിൽ പോയാൽ നിങ്ങൾ ജയിലിൽ പോകും, ദീർഘമായ കാലം ജയിലിൽ കഴിയേണ്ടി വരും, അതൊരു കുറ്റകൃത്യമാണ്. ശിരോവസ്ത്രമില്ലാത്ത ആൾക്കാരെയൊക്കെ ഒന്ന് പിടികൂടി തലയിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു പെൺകുട്ടികളൊക്കെ. പിന്നീട് അത് നിയമത്തിന്റെ ഭാഗമായി ലിബറലൈസ് ചെയ്തപ്പോൾ അത് നിയമത്തിന്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, മൊയ്സാമിനിയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സ്വല്പം മുടി വെളിയിൽ കണ്ടതിന് ഒരു കുട്ടിയെ അടിച്ചു കൊന്ന കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ പോലും ആ സമരം നടന്നപ്പോൾ എത്ര 1000 പേരാണ് അന്ന് സമരരംഗത്ത് ഇറങ്ങിയത്. അവിടെ ചോയ്സ്, ഈ ശിരോവസ്ത്രം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ചോയ്സിന് വേണ്ടിയിട്ട് അത് സാധ്യമല്ലാതെ അതിനെതിരായിട്ട് പ്രതിഷേധിച്ച ആൾക്കാരെ മുഴുവൻ ജയിലിലാക്കി, അതിന്റെ നേതാക്കന്മാരെ മുഴുവൻ ഒന്നൊന്നായി കൊന്നൊടുക്കി. പക്ഷേ ആ മാറ്റം ഉണ്ടാകുന്നത്, അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകുന്നത് ഷിയ പ്രസ്ഥാനത്തിൽ മാത്രമല്ല, സുന്നി പ്രസ്ഥാനത്തിൽ ഉണ്ടാവുക. ഇസ്ലാമിന്റെ എല്ലാ സമസ്ത മേഖലകളിലേക്കും ഈ പറയുന്ന
ഒരു ഡോമിനന്റ് ഇസ്ലാമിക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിട്ട് അതിന്റെ കീഴിൽ വരുന്ന ഒരു ഭരണം വേണം എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം അവിടെ മുതൽ വളർന്നു വരികയാണ്. 1979 ഇസ്ലാമിക റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇരുണ്ട ഒരു വെളിച്ചത്തിന്റെ ഒരു കാലഘട്ടം, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം മുസ്തഫ കമാൽ പാഷ തുറന്നെങ്കിൽ ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ തുടക്കം അവിടെ തുടങ്ങുകയാണ്. ലിബറലൈസ് ചെയ്തിരുന്ന ഇസ്ലാമിക സമൂഹത്തെ അത് പുറകോട്ടടിച്ചു. അവിടെ ഒരു ലിബറൽ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഇസ്ലാമിക സമൂഹങ്ങളിലൊക്കെ ഉണ്ടായി. കൂടുതൽ റാഡിക്കലൈസ് ചെയ്യുന്ന ഒരവസ്ഥ ഈ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഉണ്ടായി. ലോകത്തിലെ നിരീശ്വരവാദികൾക്ക് 50% അംഗസംഖ്യയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. അസർബൈജാനെ പോലത്തെ രാജ്യങ്ങളുണ്ട്. അതൊക്കെ മാറിയിട്ട് അവിടെയൊക്കെ തന്നെ ഇസ്ലാമിക് റാഡിക്കലിസം വളർന്നു വരുന്നു. അവിടെ ഇതിനെതിരായിട്ട് പറയുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇതിന്റെ അലയടി എല്ലായിടത്തും കടന്നു വരുന്നുണ്ട്. ഇതേ കാലഘട്ടത്തിൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടു. ഇതിന്റെ ഒരു പ്രതിഫലനം നമ്മൾ കണ്ടു, ഇല്ലേ? ഇതേ ഒരു നോക്കൂ, ഏതാണ്ട് സമാനമായ ഒരു കാലഘട്ടത്തിലാണ് സുൽഫിക്കർ അലി ഭൂട്ടോയെ അധികാര പ്രശ്നമാക്കിയിട്ട് ഒരു സൈനിക ഭരണാധികാരി അധികാരത്തിൽ വരുന്നു. അദ്ദേഹം ഒരു പരിപാടി കൊണ്ടുവന്നു, നിസാമെ മുസ്തഫ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടു. സുൽഫിക്കർ അലി ഭൂട്ടോ അന്ന് കരുതിയിരുന്നത് പാകിസ്ഥാനെ കുറെയൊക്കെ ലിബറലൈസ് ചെയ്തു എന്നാണ് കരുതിയെങ്കിൽ, മറിച്ച് അവിടെ ഒരു കൃത്യമായ ഇസ്ലാമിക ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും ഇതിന് ഒരു അനുകൂലമായ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ ഇത് വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് ഈ ശിരോവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പല ആൾക്കാരും പലയിടത്തും പറയുന്ന ഒരു വിഷയമുണ്ട്, ഇല്ലേ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ശിരോവസ്ത്രം ധരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഈ ചോദ്യം ഇസ്ലാമിക് റാഡിക്കലൈസേഷന്റെയോ ഭീകരവാദത്തിന്റെയോ ഒരു പ്രധാന മുഖമായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വാഞ്ചയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ അടിച്ചമർത്തൽ ഉണ്ടായത് ഇറാനിലാണ്. അത് ഈ ശിരോവസ്ത്രം ഇല്ലാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ച പെൺകുട്ടികൾക്കെതിരായിട്ടാണ് ഇത് നടന്നത്. അവരെയാണ് അടിച്ചമർത്തിയത്, അവരെയാണ് തച്ച് കൊന്നത്, അവരെയാണ് ജയിലിലേക്ക് വിട്ടത്, അവരെയാണ് തൂക്കിക്കൊന്നത്. അതിനുവേണ്ടി വാദിച്ച ആൾക്കാർ. അതൊരു വശത്ത്. ഇനി മറുവശത്ത് വേറൊരു ഡെവലപ്മെന്റ് ഉണ്ട്. സെക്കുലർ രാജ്യമായ ഫ്രാൻസിൽ വേറൊരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ശിരോവസ്ത്രത്തിന് എതിരായിട്ടൊരു നിയമം അവിടെ വരികയാണ്. അത് ജർമ്മനിയിലും മറ്റു പല രാജ്യങ്ങളിലും വരുന്നുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇന്ന് പർദ്ദ ധരിക്കുന്നത് കുറ്റകരമാണ്. അടുത്ത കാലത്ത് സ്വിറ്റ്സർലൻഡിലും വന്നു. പർദ്ദ ധരിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുമ്പോൾ ഓർക്കണം, പർദ്ദ വീട്ടിൽ ധരിക്കുന്നതിന് കുറ്റമില്ല. സ്വന്തം ഇടത്തിൽ പർദ്ദ ധരിച്ചുകൊണ്ട് പോകുന്നത് കുറ്റമല്ല. എന്നാൽ മുഖം ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഒരാൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് അലൗഡ്. കാരണം ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റണം എന്നാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി. എന്നാൽ ഫ്രാൻസിൽ കൊണ്ടുവന്ന ഒരു മാതൃക, സെക്കുലറിസത്തിന്റെ വലിയൊരു മാതൃകയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ പർദ്ദയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പർദ്ദയേക്കാൾ കൂടുതൽ ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കർണാടകയിലും ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ഈ ഫ്രാൻസിലെ ഉദാഹരണവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി കാണാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ 3 പാരലൽസ്. ഒന്ന്, ഇറാനിലെ ഹിജാബിനെതിരായ സമരം, കർണാടകത്തിൽ ഹിജാബ് ഇടാനുള്ള സമരം, അതേസമയം ഫ്രാൻസിൽ ഹിജാബ് നിരോധിച്ച നിയമം. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളുണ്ട്. ഈ മൂന്നും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കി. ഹിജാബ് ഇടാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യം വേണോ? ഹിജാബ് എന്ന് പറഞ്ഞാൽ തലയിൽ ഇടുന്ന തട്ടം ഇടാനുള്ള സ്വാതന്ത്ര്യം ഒരു മുസ്ലിമിന് വേണോ? ഞാനൊരു നാസ്തികനാണ്, ഞാനൊരു യുക്തിവാദിയാണ്, ഒരു മതത്തിലും പെടാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ കരുതുന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്, ഹിജാബ് ഇടാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇടാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാകണം എന്നാണ്. പറയാൻ എനിക്ക് യാതൊരു മടിയില്ല കാര്യത്തിൽ. ആ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ യാതൊരാൾക്കും അവകാശമില്ല. കൃത്യമായൊരു നിലപാടാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്. അതേസമയം തന്നെ ഒരു സ്കൂളിലെ അധ്യാപിക ഹിജാബ് ഇട്ടുകൊണ്ട് വരാൻ പാടില്ല എന്ന് ഞാൻ പറയും. പക്ഷെ അത് പറയുന്നതോടൊപ്പം തന്നെ പറയും, ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിലും വരാൻ പാടില്ല, ഒരു പുരോഹിതന്റെ വേഷത്തിലും വരാൻ പാടില്ല, ഒരു സിഖുകാരൻ തലപ്പാവ് വെച്ചുകൊണ്ടും വരാൻ പാടില്ല, ഒരു ഹിന്ദു തിലകക്കുറി ഇട്ടുകൊണ്ടും വരാൻ പാടില്ല. കാരണം സ്കൂളുകളിൽ അധ്യാപകർക്ക് മതപരമായ ചിഹ്നങ്ങൾ വേണ്ട. സ്കൂളിലെ യൂണിഫോം ഈ സംഗതിയെ മാറ്റി നിർത്തുന്നതാണ്. പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. ഹിജാബ് ഇടണ്ട എന്ന് പറയുന്നവരെ തലപ്പാവ് ധരിച്ചാൽ, സിഖ് തലപ്പാവ് ധരിച്ചാൽ, അല്ലെങ്കിൽ യഹൂദരുടെ സ്കൾ ക്യാപ്പ് വെച്ചാൽ, അല്ലെങ്കിൽ കഴുത്തേൽ ഒരു കുരിശ് കെട്ടിക്കൊണ്ട് നടന്നാൽ ആ പറയുന്നത് സെക്ടേറിയനിസമാണ്, അത് വിഭാഗീയ ശത്രുതയാണ്. അത് പാടില്ല. അവിടെയാണ് ഫ്രഞ്ച് മാതൃക വളരെ ഉദാത്തമായി തീരുന്നത്. ഫ്രാൻസിലെ സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥിക്കും ഹിജാബ് ഇട്ടുകൊണ്ട് വരാൻ പറ്റുകയില്ല. വളരെ വെൽക്കം ഡിസിഷനാണത്. അതേസമയം തന്നെ ചരിത്രപരമായി ക്രിസ്ത്യാനികൾക്ക് ബഹുഭൂരിപക്ഷം ഉണ്ടെന്ന് പറയാവുന്ന രാജ്യത്ത്, ഹിസ്റ്റോറിക്കലി, ഇപ്പോൾ പ്രാക്ടിക്കലി അല്ല, ഒരാള് കഴുത്തിൽ ഒരു കുരിശ് കെട്ടി തൂക്കിക്കൊണ്ടും ക്ലാസ്സിൽ വരാൻ പാടില്ല. സിഖുകാർക്ക് തലപ്പാവ് വെച്ചുകൊണ്ടും വരാൻ പാടില്ല. അതേക്കുറിച്ച് അന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് മൻമോഹൻ സിംഗ് തന്നെ തലപ്പാവിന് വേണ്ടി അവിടെ ചെന്ന് അവിടുത്തെ പ്രസിഡന്റിനോട് വാദിച്ചിട്ടുണ്ട്. അത് കേൾക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും തലപ്പാവ് തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചത്. കാരണം അവിടെ സിഖുകാർക്ക് തലപ്പാവ് വെക്കാം, തീർച്ചയായിട്ടും വെക്കാം, അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ പൊതുവിടത്ത് വെളിയിൽ പോകുമ്പോൾ വെക്കാം, സ്കൂളിൽ വേണ്ട. അത് ഹിജാബും പറ്റിയല്ല. ക്ലാസ് മുറികളിൽ
പലപ്പോഴും പല സ്കൂളുകളുടെയും ഉടമസ്ഥാവകാശം ചില സഭകൾക്കൊക്കെയാണ്. അല്ലെ, പണ്ട് കാലത്ത് കിട്ടിയ സംഗതിയാണ് അതൊക്കെ. ക്ലാസ് മുറികളിൽ ക്രൂശിത രൂപം തൂക്കിയിടാവോ? തൂക്കിയിടാൻ പറ്റുകയില്ല. ഇറ്റ്സ് നോട്ട് അലൗഡ് ഇൻ ജർമ്മനി, ഇറ്റ്സ് നോട്ട് അലൗഡ് ഇൻ സ്വീഡൻ, ഇറ്റ്സ് നോട്ട് അലൗഡ് ഇൻ സ്വിറ്റ്സർലൻഡ്, ഇറ്റ്സ് നോട്ട് അലൗഡ് ഇൻ ഫ്രാൻസ്. ഇവിടെ ഒന്നും സാധിക്കുകയില്ല. ഒരു മതചിഹ്നവും ക്ലാസ് മുറി പറ്റുകയില്ല, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും. എന്നാൽ വെളിയിൽ നിങ്ങൾക്ക് ആകാം. നിങ്ങളൊരു സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ ആൾക്കാരുടെ പരാതികൾ കേൾക്കാനിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അപേക്ഷകൾക്ക് വേണ്ടി വിശദീകരണം നൽകാനിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു മതത്തിന്റെയും ചിഹ്നം അണിയാൻ പാടില്ല. നിങ്ങളുടെ മതം അവിടെ അറിയാൻ ആവശ്യമില്ല. മതത്തിനപ്പുറത്തുള്ള നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങൾ യു റെപ്രസെന്റ് ദി സ്റ്റേറ്റ് ദെയർ. അവിടെ വിവേചനമില്ല. വിവേചനത്തോടു കൂടി ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ട് ശത്രുത, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് അവരുടെ വേഷവിധാനത്തിനെതിരായിട്ട് ഒരു നിലപാടുണ്ടെങ്കിൽ അത് സെക്ടേറിയനാണ്. അവിടെ വിവേചനമില്ലാതെ എല്ലാവർക്കും ബാധകമായിട്ട് അതുണ്ടെങ്കിൽ അത് വെൽക്കം ഇതാണ്. അതേസമയം തന്നെ അവരുടെ സ്വകാര്യ ജീവിതത്തിലോ പബ്ലിക് പ്ലേസസിലോ ഈ മുഖം മറക്കൽ, അത് വേറെ സംഗതിയാണ്. മുഖം മുഴുവൻ മറക്കുക എന്ന് പറയുന്നത് വേറെ സംഗതിയാണ്. അത് മാറ്റി നിർത്തിയിട്ടുള്ള മതപരമായ വേഷവിധാനം ഒക്കെ ആൾക്കാർക്ക് ധരിക്കണമെങ്കിൽ അതാകാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചൈനയിൽ പണ്ടുണ്ടായ മാവോ പറഞ്ഞ പോലെ എല്ലാവരും ഒരേ വേഷം ധരിച്ച് നടക്കണം എന്നൊന്നും പറയുന്ന ചാർട്ടിങ്ങൾക്ക് അർത്ഥമില്ല. പീപ്പിൾ ഷുഡ് ഹാവ് ദെയർ ഫ്രീഡം. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ മൂല്യം. അതിനകത്ത് മതപരമായ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ ഉൾപ്പെടും. അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടിയാണ് യുക്തിവാദികളും നാസ്തികരും സ്വതന്ത്രചിന്തകരും ഒക്കെ നിൽക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തെ നിഹനിച്ചുകൊണ്ടോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ പരിഹസിച്ചുകൊണ്ടോ അപഹസിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ അല്ല ഒരു യുക്തിവാദ പ്രസ്ഥാനവും ഒരു നാസ്തിക പ്രസ്ഥാനവും ഒരു സ്വതന്ത്രചിന്താ പ്രസ്ഥാനവും മുന്നോട്ട് പോകേണ്ടത്. യു ക്യാൻ ക്രിട്ടിസൈസ്, യു ക്യാൻ ഇവാലുവേറ്റ്, യു ക്യാൻ ക്രിട്ടിക്കലി എക്സാമിൻ, ബട്ട് യു കനോട്ട് ഹ്യൂമിലിയേറ്റ്, യു കനോട്ട് ബൂസ്റ്റ് ഹേറ്റ്രഡ്. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. നമ്മളൊരു പീസ്ഫുൾ ആയിട്ട്, നമുക്ക് ആകെ ഒരു കുറച്ച് കാലം ജീവിക്കാൻ പറ്റുന്നുള്ളൂ. 80-90 വർഷമാണ് ഏറ്റവും ആരോഗ്യമുള്ള ആൾക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ ലൈഫ് എക്സ്പെക്ടൻസിയുടെ കണക്ക് വെച്ച് നോക്കിയാൽ 65 വർഷമോ 70 വർഷമോ നമ്മൾ ജീവിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആർക്കെതിരെയും വെറുക്കാനോ നമ്മളെ ആർക്കെങ്കിലും വെറുക്കാനോ ഉള്ള സാമൂഹ്യ അന്തരീക്ഷമോ രാഷ്ട്രീയ അന്തരീക്ഷമോ ഉണ്ടാകാൻ പാടില്ല. എല്ലാ മതപരമായ കോൺഫ്ലിക്റ്റുകളും എല്ലാ റിലീജിയസ് എക്സ്ട്രീമിസവും ഉണ്ടാകുന്നത് ഈ വെറുപ്പിൽ നിന്നാണ്, ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കലിൽ നിന്നാണ്. അടുത്ത കാലത്ത് വളരെയേറെ ചിന്തിക്കാൻ ഇടയാക്കിയ ഒരു സംഗതിയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ആൾ വണ്ടി കൊണ്ടുവന്ന് കയറ്റിയിട്ട് അവിടെ കുറെ ആൾക്കാരെ കൊന്നത്. ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണച്ചന്ത പോലത്തെ ഏർപ്പാടാണ്. ക്രിസ്മസ് കാലം ആകുമ്പോഴേക്കും എല്ലായിടത്തും അത്തരം മാർക്കറ്റുകളുണ്ടാവും. ഒരു രാജ്യത്ത് 10-400-500 മാർക്കറ്റുകൾ കാണും. ഓണച്ചന്ത പോലെ കൂട്ടിച്ചാൽ മതി. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വണ്ടി ഇടിപ്പിച്ച് കയറ്റുക എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് തീവ്രവാദികളുടെ ഒരു ഏർപ്പാടാണ്. പക്ഷെ അത്തരം ഏർപ്പാടുകൾ മുമ്പ് നടന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഇസ്ലാമിക് ടെററിസ്റ്റ് മൂവ്മെന്റിന്റെ പാർട്ടായിട്ടാണ്. ഐസിസിന്റെ പാർട്ടായിട്ടോ അൽഖയ്ദയുടെ പാർട്ടായിട്ടോ അവരുടെ ഒരു പൊളിറ്റിക്കൽ ആങ്കറിന്റെ എക്സ്പ്രഷൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളതെങ്കിൽ ജർമ്മനി കണ്ടത് തിരിച്ചാണ്. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് അവിടെ വണ്ടി ഇടിപ്പിച്ച് കയറ്റി. അത് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആണോ അല്ല എന്നൊക്കെ പറയുന്ന തർക്കങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എനിക്കതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഗതിയാണ്. എക്സ് മുസ്ലിം ഇന്റർനാഷണലിന്റെ ഒക്കെയുള്ള സൈറ്റുകൾ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. വളരെ ആക്റ്റീവായിട്ട് ദീർഘകാലം എക്സ് മുസ്ലിം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. വളരെ ആക്റ്റീവായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ജർമ്മൻ സ്റ്റേറ്റ് എക്സ് മുസ്ലിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നില്ല, മുസ്ലിങ്ങൾ ഇങ്ങോട്ട് കടത്തരുത്, മുസ്ലിങ്ങൾ വരാൻ അനുമതി കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത്. അതിൽ കുറെ ആൾക്കാർക്കുള്ളത്. അതുകൊണ്ട് ഒരു എക്സ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് ആണ് പുള്ളി. അപ്പൊ അത് ജർമ്മൻ സ്റ്റേറ്റ് അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതിന്റെ ദേഷ്യം തീർത്തത് ഈ പറയുന്ന ആക്രമണം കൊണ്ടാണ്. അത് തക്കിയാണ്. അത് 10-20 കൊല്ലമായിട്ട് അദ്ദേഹം വേഷം മാറി തന്നെ ഇങ്ങനെ എക്സ് മുസ്ലിമായിട്ട് കഴിയായിരുന്നു എന്നൊക്കെ പറയുന്ന വാദമുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന രോഷം ഞാൻ പല ആൾക്കാരുടെ അടുത്തും കണ്ടിട്ടുണ്ട്. ഞാൻ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഇന്റർനാഷണൽ മൂവ്മെന്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ കഴിഞ്ഞ തവണ നോർവേയിൽ നടന്ന അവരുടെ ലോക സമ്മേളനത്തിൽ ഞാനൊരു പ്രസംഗകനായിരുന്നു. 2024 കഴിഞ്ഞ സമ്മേളനത്തിൽ ഒട്ടേറെ ആൾക്കാരെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് തന്നെ അറിയാം. അവരിൽ പല ആൾക്കാരും അനുഭവിക്കുന്ന പ്രശ്നം ഇസ്ലാം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇസ്ലാം ആണെങ്കിലും എക്സ് മുസ്ലിം ആണെങ്കിലും യൂറോപ്പിൽ മുസ്ലിം പേരുകാർക്കെതിരായിട്ട് ഒരു ഹേറ്റ്രഡ് വളർന്നു വരുന്നുണ്ട്. ആ ഹേറ്റ്രഡ് വളർന്നു വരുന്നത് പ്രധാനമായിട്ടും ഈ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നാണ് വളർന്നു വരുന്നത്. തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ പ്രധാനമായിട്ടും പ്രിഡോമിനന്റ് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. നമ്മളെല്ലാവരും തുറന്ന് പറയാറുള്ളത് ഈ ആന്റി മുസ്ലിം മൂവ്മെന്റുകൾ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. റാഡിക്കൽ ക്രിസ്ത്യാനിറ്റിയാണ് അതിന്റെ പിന്നിലുള്ളതെന്നും തുറന്നു പറയാൻ പല ആൾക്കാർക്കും മടിയാണ്. അപ്പൊ അത് ആ പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല എക്സ് മുസ്ലിങ്ങളെയുമാണ്. അതാണ് ഏറ്റവും ദുഃഖകരമായ സംഗതി. ഇപ്പൊ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പല ആൾക്കാരും ഷെയർ ചെയ്ത ഫീലിംഗ് അവർക്ക് ഏലിയനേഷൻ അനുഭവപ്പെടുന്നുണ്ട്. റാഡിക്കൽ റൈറ്റ് അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂറോപ്പിലേക്ക് നമ്മൾ പലരും കരുതുന്നത് പോലെ എക്സ് മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് യൂറോപ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞൊരു പരിപാടി എങ്ങും എവിടെയില്ല. അസൈലം സീക്ക് ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരെ
അവരുടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. എക്സ് മുസ്ലിം ആണ് എന്നതുകൊണ്ട് യാതൊരു പരിഗണനയും ആർക്ക് കിട്ടുന്നില്ല. എക്സ് മുസ്ലിം അല്ല എന്നതുകൊണ്ട് മുസ്ലിം ആണെന്നുള്ളതുകൊണ്ട് ആരെയും മാറ്റി നിർത്തുന്നുമില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ഈ ക്രിട്ടിക് ഓഫ് മുസ്ലിം മൂവ്മെന്റിനകത്തുള്ളവർ കരുതുന്നത് പോലെ ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ട് യൂറോപ്പിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ വെറുപ്പ് വളർത്തിയെടുക്കാൻ കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് യൂറോപ്പിലെ ഒരു മുഖ്യധാര ചിന്തയല്ല. റാഡിക്കൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ ഇടയിൽ ആ മൂവ്മെന്റ് വളരെ ശക്തമാണ്. റാഡിക്കൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ് അവിടെയുള്ള ഈ പറയുന്ന റാഡിക്കൽ റൈറ്റിന്റെ ലീഡേഴ്സും മുഴുവനും. അപ്പൊ അവര് യഥാർത്ഥത്തിൽ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിന് തന്നെ വലിയൊരു ക്ഷീണം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം വേറെ ഓർക്കേണ്ടത്, എക്സ് മുസ്ലിം പ്രസ്ഥാനം എത്തീസ്റ്റിക് അല്ല. എല്ലായിടത്തും എല്ലാ എക്സ് മുസ്ലിങ്ങളും എത്തീസ്റ്റുകളല്ല. പല എക്സ് മുസ്ലിം നേതാക്കളും ക്രിസ്ത്യാനികളാണ്. അവർ എക്സ് മുസ്ലിംസ് ആണെന്നേ ഉള്ളൂ. അപ്പൊ അത് ഇപ്പൊ നമ്മൾ തന്നെ കണ്ടു, സ്വീഡനിലും ഒക്കെ നടന്ന ബൈബിൾ ഖുറാൻ കത്തിക്കൽ പരിപാടി നടത്തിയത് അത് എക്സ് മുസ്ലിംസ് ആണ് നടത്തിയത്. പക്ഷെ അവരാരും എത്തീസ്റ്റുകളല്ല, ക്രിസ്ത്യൻ റാഡിക്കൽസ് ആണ് അത് ചെയ്യുന്നത്. ചില റൈറ്റ് എക്സ്ട്രീമിസ്റ്റുകളാണ് ചെയ്യുന്നത്, പക്ഷെ ക്രിസ്ത്യൻ റാഡിക്കൽസ് ആണ് അവർ ചെയ്യുന്നത്. ഇവരുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു സംഗതി, ഫ്രീഡം ഓഫ് പ്രസിന് വളരെയധികം, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും ഈ മതഗ്രന്ഥങ്ങൾ അവരുടെ സ്ഥാപനത്തിന് മുന്നിൽ ചെന്ന് കത്തിക്കുന്നതിനെതിരായിട്ടുള്ള നിയമമൊക്കെ ഉണ്ടാവുകയാണ്. ഡെൻമാർക്കിലൊക്കെ അത് ഉണ്ടായി കഴിഞ്ഞു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഏതാണ്ട് നിരവധി നൂറ്റാണ്ടുകൾ കൊണ്ട് ആർജിച്ചു വന്ന ഈ മതവിമർശന സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകുന്ന മട്ടിലേക്കാണ് ഇവരുടെ പ്രവർത്തനം നീങ്ങുന്നത്. അത് ഒരു അപകടകരമായ ഒരു ദിശയിലേക്കാണ് ഇത് പോകുന്നത്. ഇനി രണ്ടാമത്തെ സംഗതി, ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് നോക്കുകയായിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മതഭീകരവാദം ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്? ഇന്ത്യക്ക് വെളിയിൽ ഒരു ചെറിയ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കൊല നടന്നിട്ടുള്ളത്? ഞാനൊരു ലിസ്റ്റ് ആർക്കും നെറ്റിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മതഭീകരവാദം, റിലീജിയസ് ടെററിസം ഇൻ ലാസ്റ്റ് സെഞ്ചുറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് കിട്ടും. അതിൽ ബഹുഭൂരിപക്ഷവും മതവും ഈ റിലിജനും തമ്മിലുള്ള ബന്ധിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. അതൊരു വലിയ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നോക്കൂ, സിഖ് കലാപം അത് റിലീജിയസ് എക്സ്ട്രീമിസം തന്നെയാണ്, പക്ഷെ ഒരു മതരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നാണ് അത് വരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെററിസ്റ്റ് മൂവ്മെന്റ് ഏതായിരുന്നു? കഴിഞ്ഞ ഒരു 50 കൊല്ലമോ അല്ലെങ്കിൽ 70 കൊല്ലമോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ നമുക്ക് കണക്ക് കൂട്ടിയാൽ മതി എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായ കണക്ക് കിട്ടും. ടേക്ക് എ ലാർജർ പീരിയഡ്. നമ്മുടെ ഒരു ഓർമ്മയുള്ള ഒരു കാലത്തേക്ക് ഒന്ന് എടുത്തു നോക്കി. ഏറ്റവും വലിയ ഭീകരവാദം നടന്നിട്ടുള്ളത് തമിഴ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഈഴം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അവരാണ് ആദ്യമായിട്ട് ഈ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ടാക്കിയത്. അത് ഒരു മതവുമായി ബന്ധപ്പെട്ടല്ല ഉണ്ടായിരുന്നത്, ഒരു ദേശീയതയുമായി ബന്ധപ്പെട്ടാണ് വന്നത്. ആ ദേശീയതയുടെ തീവ്ര ദേശീയ ബോധം എന്ന് പറയുന്നത് മത തീവ്രവാദം പോലെ തന്നെയാണ്. അതിനുവേണ്ടി സ്വയം മരിക്കാനും പൊട്ടിത്തെറിക്കാനും അവർക്ക് സ്വർഗമൊന്നും കിട്ടുന്നില്ല. അവർക്ക് ഫിർദൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ അവിടെ ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല ഈ തമിഴ് തീവ്രവാദികൾ സ്വയം പൊട്ടിത്തെറിച്ചത്. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈഴം എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സ്വയം പൊട്ടിത്തെറിക്കുന്നത് അപകടകരമല്ല, അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ള ഒരു വിഭ്രമകരമായ ഒരു ദേശീയതാബോധത്തിന്റെ തീവ്രതയിൽ നിന്നാണ് ഒട്ടേറെ ആൾക്കാർ സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് എതിരാളികളെ കൊല്ലാൻ ശ്രമിച്ചത് അവിടെ, അല്ലേ? അവരല്ലേ ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ഭീകരവാദം എന്ന് പറയുന്നത് തമിഴ് ഈഴമാണ്. അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന, അവരെ കൊന്നൊടുക്കിയത് ഒരു ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആ കോൺഫ്ലിക്റ്റിന് ഒരു റിലീജിയസ് ആംഗിൾ കൊടുക്കുകയാണെങ്കിൽ ഹിന്ദു ബുദ്ധിസ്റ്റ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ അത് റിലീജിയസ് ആയിരുന്നില്ല, നാഷണലിസം ആയിരുന്നു. സിംഹള ദേശീയതയും തമിഴ് ദേശീയതയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു അവിടെ തമിഴ് ദേശീയതയെ അടിച്ചമർത്തിയവര്. പക്ഷെ അതിനു മുമ്പ് ഇവര് ആയുധങ്ങളെടുത്ത് ഒരു വിസ്ഫോടകരമായ ശത്രുതയാണ് ഇവർക്ക് പരസ്പരം ഉണ്ടായിരുന്നത്. അന്നത്തെ തമിഴ് നേതാക്കളൊക്കെ തന്നെ, അല്ലെങ്കിൽ അവർ പല ആൾക്കാരും ഇന്ന് യൂറോപ്പിലേക്ക് പലായനം ചെയ്ത് യൂറോപ്പിൽ പലയിടത്തുമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കോൺഫ്ലിക്റ്റ് എടുത്തു നോക്കി. അവിടെ നമ്മൾ കാണുന്നത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് അല്ല, ബുദ്ധിസ്റ്റ് മുസ്ലിം കോൺഫ്ലിക്റ്റ് കാണുന്നത്. റോഹിംഗ്യാസിന്റെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ, അല്ലേ? ഇതൊന്നും ഒരു മതത്തിന്റെ അല്ല പ്രശ്നം, എല്ലാ മതങ്ങളും ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആണ്. ഇനി വേറെ നോക്കിയേ, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ, അതായത് ഇപ്പൊ 24 വർഷം കഴിഞ്ഞിട്ട് പുതിയ നൂറ്റാണ്ട് വന്നിട്ടില്ല, അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ റിലീജിയസ് ടെററിസം നടന്നിട്ടുള്ള എവിടെയാണ്? അയർലൻഡിലല്ലേ? ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയല്ലേ ഏറ്റവും വലിയ ടെററിസം നടന്നത്? അവിടെ ഒരു കാത്തലിക് രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ സ്വയം പൊട്ടിത്തെറിച്ചതും ബോംബ് വെച്ചതും അവിടെ പിന്നെ ഷോപ്പിംഗ് മാളുകൾക്കൊക്കെ പോയി തീയിട്ടതും ആൾക്കൂട്ടത്തെ വെടിവെച്ച് കൊന്നതൊക്കെ, അല്ലെ? ഏറ്റവും വലിയ ടെററിസം യൂറോപ്പിൽ നടന്നത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടേതാണ്. അവിടെ അയർലൻഡ് ഒരു കാത്തലിക് രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള, അവിടെ പ്രൊട്ടസ്റ്റന്റുകളെ മാറ്റി നിർത്തിയിട്ട് ഒരു കാത്തലിക് രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അത് ഇത്രയും വലിയ തീവ്രവാദം ഉണ്ടായത്. ബ്രിട്ടൻ കണ്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദങ്ങളിലൊന്നായിരുന്നു അത്, ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ തീവ്രവാദം എന്ന് പറയുന്നത്. മത തീവ്രവാദം ആണോ അതോ ദേശീയ തീവ്രവാദമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എല്ലാ കത്തോലിക്കരും അത് ചെയ്യില്ല. മത
തീവ്രവാദവും ദേശീയ തീവ്രവാദവും കൂടെ കൂടിക്കലർന്ന് ഒരു വലിയ ഡേഞ്ചറസ് ഡയമെൻഷനിലേക്ക് നീങ്ങി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പറയട്ടെ, മത തീവ്രവാദത്തെ പോലെയോ അതിനേക്കാൾ ഏറെയോ അപകടകരമാണ് ദേശീയ തീവ്രവാദം. ദേശീയത ഒരു ഐഡന്റിറ്റിയുടെ പാർട്ടാകാം, മതം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതൊരു ഐഡന്റിറ്റിയുടെ പാർട്ടാകാം. പക്ഷേ അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിതം തന്നെ ഹോമിക്കണമെന്നോ അതിനെതിരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കൊന്നൊടുക്കണമെന്നോ ശത്രുത അങ്ങനെ ഊതി വീർപ്പിച്ച് എതിരാളികൾ ഇല്ലാതായെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന മട്ടിലുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുകയോ ചെയ്യുന്നത് അപകടകരമാണ്. അത് കാർത്തേജ് നശിപ്പിച്ച റോമിന്റെ അഹന്തയാണ്. അത് തന്നെയാണ് നമ്മൾ സിഖുകാരുടെ ഖലിസ്ഥാൻ മൂവ്മെന്റിന്റെ ഭാഗത്ത് കണ്ടത്. അത് തന്നെയാണ് റോഹിംഗ്യകൾക്കെതിരായിട്ടുള്ള സമരത്തിൽ കണ്ടത്. അത് തന്നെയാണ് നമ്മൾ അയർലൻഡിൽ കണ്ടത്. അത് തന്നെയാണ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് മുമ്പായി നടന്ന അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷം നടന്ന കൂട്ടക്കൊലകളിൽ കണ്ടത്. ഈ മത തീവ്രവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മത ഭീകരവാദം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഗോളുമായി ബന്ധപ്പെട്ടു വരുമ്പോഴാണ് അതിന് അപകടകരമായ ദിശയുണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സെക്കുലറിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. രാഷ്ട്രം മതത്തെ വേർതിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റുകൾ നമ്മൾ സെക്കുലർ ആയിട്ടുണ്ടോ? ആർ വി ഡിവോയ്ഡ് ഓഫ് ദിസ് സെപ്പറേറ്റിസ്റ്റ് മൈൻഡ് സെറ്റ്? നമ്മൾ ജനിച്ചു വളർന്നതല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നതല്ലാത്ത ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരോട് ഒരു രോഷം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരോട് നമുക്കൊരു പ്രത്യേകമായ മമത തോന്നുന്നുണ്ടോ? അത് എൻ്റെ നാട്ടുകാരോട്, കോട്ടയംകാരോട് എനിക്ക് തോന്നുന്ന ഒരു ഒരേ തരത്തിലുള്ള മീൻകറി കഴിച്ച് വളർന്നവരായിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയുള്ളതിനപ്പുറത്തേക്ക് അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറുകയും അന്യരെ വെറുക്കുന്നത് മട്ടിൽ എൻ്റെ മാറിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ക്രൈം. ഇറ്റ്സ് എ സോഷ്യൽ ക്രൈം. ഇത് തന്നെയാണ് നമ്മൾ ദേശീയതയുടെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും ഇത്തരം വിഭജനങ്ങൾ ഉണ്ടാക്കുന്നതും ഇത്തരം ശത്രുതകൾ വളർത്തിയെടുക്കുന്നതും ഒരു മതത്തിൽപ്പെട്ടവരെ നമ്മൾ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടുള്ള വിഭാഗീയത വളർത്തിയെടുക്കുന്നതും. അപ്പോൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഷെയ്ഡ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സെക്കുലറൈസ് ചെയ്യപ്പെടണം. നമ്മുടെ രാഷ്ട്രം സെക്കുലറൈസ് ചെയ്യപ്പെട്ട പോരാ, നമുക്ക് സെക്കുലർ മൈൻഡ് സെറ്റ് ഉണ്ടാകണം. നമ്മൾ എവിടെ ജനിച്ചവരാണെങ്കിലും നമ്മൾ മതത്തിനതീതമായി നമുക്ക് മനുഷ്യനെ കാണാൻ പറ്റണം. എവിടെ ജനിച്ചവരിനപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യനെ കാണാൻ പറ്റണം. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ കഥ, നമ്മുടെ നാട്ടിൽ വേറൊരു മതത്തിൽപ്പെട്ട ആൾക്കാർ വന്നാൽ നമുക്ക് ഭയം തോന്നേണ്ട കാര്യമില്ല. നമ്മുടെ മതത്തിൽപ്പെടാത്ത ഒരാള് നമ്മുടെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കാൻ വന്നാൽ നമുക്ക് അസ്വാരസ്യം തോന്നേണ്ട കാര്യമില്ല. നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി, പരസ്പര സ്നേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി, അത് വളർത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന സെക്ടേറിയൻ ഐഡന്റിറ്റിക്ക് അപ്പുറത്തേക്ക് നമുക്ക് വളരാൻ പറ്റും. എല്ലാത്തരം ശത്രുത വളർത്തിയെടുക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും നമുക്ക് നിരാകരിക്കേണ്ടതുണ്ട്. ശത്രുതയല്ല നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. റാഷണലിസ്റ്റ് മൂവ്മെന്റും സെക്കുലറിസ്റ്റ് മൂവ്മെന്റും എത്തീസ്റ്റ് മൂവ്മെന്റും ഫ്രീ തോട്ട് മൂവ്മെന്റും ശത്രുതകൾക്കെതിരായിട്ടുള്ള, മതത്തിന്റെ പേരിലും ദേശീയതയുടെ പേരിലും ഒക്കെയുള്ള വിഭാഗീയതകൾക്ക് അതീതമായിട്ടുള്ള, ജെൻഡറിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള ശത്രുതയ്ക്ക് അതീതമായ ഒരു പുതിയ മനുഷ്യനെ, അവൻ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അതിൻ്റെ പേര് നമുക്ക് ശത്രുത ആവശ്യമില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ ഇവിടെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സ്പിരിറ്റ് ഉൾക്കൊള്ളുക എന്നതാണ് ഒരു പുതിയ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ദാറ്റ് പോയിന്റ് ഐ എം ഹിയർ.